അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന രീതികളായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാത്ത ഒരു രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ തുടർന്ന് ചെയ്താൽ മതി. ആൻസർ രണ്ടും സെയിം ആയിരിക്കും. ക്ലിയർ ആയോ മക്കളെ? പുതിയ രീതിയാണെങ്കിൽ അത് ഇന്ന് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു രീതി വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴാണ് NPR അഥവാ പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കുക അല്ലേ? പെർമ്യൂട്ടേഷനിൽ അധികവും നമുക്ക് ഉപയോഗം വരുന്നത് എപ്പോഴായിരിക്കും എന്നറിയോ? ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമ്പർ ക്രിയേറ്റ് ചെയ്യുക. ഡിജിറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്ന എല്ലാ സ്ഥലത്തും കേട്ടോ, അറേഞ്ച്മെൻറ്റ് വരുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കാം. എവിടെയെല്ലാമാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്? ഡിജിറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓക്കെ, ഇങ്ങനെയുള്ള കോമൺലി നമുക്ക് വരുന്ന ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഒക്കെയാണ് പെർമ്യൂട്ടേഷൻ NPR ഉപയോഗിച്ച് ചെയ്യേണ്ടത്. NCR ഉപയോഗിച്ച് ചെയ്യേണ്ടത് സെലക്ഷൻ ആണ്. നമ്മൾ സെലക്ഷൻ, എവിടെയെല്ലാം സെലക്ഷൻ ഉണ്ടാകും? സെലക്ഷൻ ഓഫ് കമ്മിറ്റി അല്ലേ? ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്ന ടൈപ്പ്, അതുപോലെ NCR ആണ് ഉപയോഗിക്കുക. അതുപോലെ കാർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാർഡ്സ് ആണെങ്കിൽ അത് സെലക്ഷൻ ആണ്, NCR ഉപയോഗിക്കുക അല്ലേ? വേറെ എവിടെയാണ് നമ്മൾ NCR ഉപയോഗിച്ചിട്ടുള്ളത്? കമ്മിറ്റി, കാർഡ്സ്, അതുപോലെ തന്നെ ബോളുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്തരം ഘട്ടത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? NCR ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് NC2 ഉത്തരമായി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. NC2 ഉത്തരമായി വരുന്നത് ഇപ്പോൾ 10 പേരുണ്ട്. 10 പേർക്കിടയിലുള്ള ഷെയ്ക്ക് ഹാൻഡ് അഥവാ നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? NC2 ഉപയോഗിക്കാം. നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് കാണാൻ നിങ്ങൾക്ക് NC2 ഉപയോഗിക്കാം. നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് അല്ലേ? അതുപോലെ തന്നെ നമ്പർ ഓഫ് ലൈൻസ് ത്രൂ N പോയിന്റ്സ് അല്ലേ? നമ്പർ ഓഫ് ലൈൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? NC2 ഉപയോഗിക്കാം. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത് നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് കാണാൻ, നമ്പർ ഓഫ് ലൈൻസ് കാണാൻ, അതുപോലെ നമ്പർ ഓഫ് കോഡ്സ്. ഓക്കെ, നമ്പർ ഓഫ് കോഡ്സ് ഒക്കെ കാണാൻ നിങ്ങൾ NC2 ഉപയോഗിക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു 10 പോയിന്റ് ഉപയോഗിച്ച് എത്ര ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണെങ്കിൽ നിങ്ങൾ NC3 ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് N-ഗൺ എന്ന് പറഞ്ഞാൽ N സൈഡുള്ള പോളിഗൺ. നമ്പർ ഓഫ് ഡയഗണൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് N-ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 വശങ്ങൾ ഉണ്ടായിരിക്കും. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 വശങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? N-ഗൺ കേട്ടോ, N-ഗൺ. ഓക്കെ, നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് N-ഗൺ. ഇത് കാര്യം മനസ്സിലായല്ലോ? എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ? പോളിഗണിൽ 3 വശങ്ങളാണെങ്കിൽ ട്രയാങ്കിൾ ആണ്, 4 വശമാണെങ്കിൽ റെക്റ്റാങ്കിൾ ആണ്, 5 വശമാണെങ്കിൽ പെൻറ്റഗൺ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വശമുണ്ടോ അത് NC2 ചെയ്യുക, -N ചെയ്യണം കേട്ടോ. NC2 -N ചെയ്യണം. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. NC2 എപ്പോൾ ഉപയോഗിക്കും, ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. യെസ്, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു. NCR = 126 ആൻഡ് NPR = 3024 അല്ലേ? 3024 ആണെങ്കിൽ R ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് R എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മക്കളെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. NCR എന്ന് പറഞ്ഞാൽ അത് N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ ആണ്. ഇതൊരു ഇക്വേഷൻ ആണ്. മറ്റൊരു ഇക്വേഷൻ ആണ് NCR = NPR ബൈ R ഫാക്ടോറിയൽ. ഇങ്ങനെയും ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കുക. NCR തന്നിട്ടുണ്ട്, NPR തന്നിട്ടുണ്ട്. അതിൽ നിന്നും R കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് കാര്യം ഇല്ല. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇത് തന്നെയാണ് ഇത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ NCR തന്നിട്ടുള്ളത് 126 ആണ്, NPR തന്നിട്ടുള്ളത് 3024 ആണ് ബൈ R ഫാക്ടോറിയൽ എന്ന് വരും. ഇതിൽ നിന്ന് R ഫാക്ടോറിയൽ ഇങ്ങോട്ട് വന്നാൽ ഇൻറ്റു ആകും, ഇയാൾ ഇങ്ങോട്ട് വന്നാൽ ഡിവിഷൻ ആകും. R ഫാക്ടോറിയൽ = 3024 ഡിവൈഡഡ് ബൈ 126. ഓക്കെ, ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു ഒന്ന് കമൻറ്റിൽ പറഞ്ഞേ. 3024 ബൈ 126 ചെയ്തിട്ട് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേ മക്കളെ എത്രയാണെന്ന്. കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. യെസ്,
പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയടാ, എത്രയാണെന്നൊന്ന് പറഞ്ഞു നോക്കി. വേഗം വരട്ടെ. യെസ്, കമന്റിൽ വന്നോ. യെസ്, വെരി ഗുഡ്. 26 ആണ്, കറക്റ്റ് ആണ്, 26. അപ്പോൾ മക്കളെ ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു 26 കിട്ടും. 24. യെസ്, ഓക്കെ, യെസ്, വെരി ഗുഡ്. 24 ആണ് ആർ ഫാക്ടോറിയൽ, 24 ആണ്. അപ്പോൾ ആർ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. ഏതിൻ്റെ ഫാക്ടോറിയൽ ആണ് 24? ചെറിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം 1 ഫാക്ടോറിയൽ 1 ആണ്, 2 ഫാക്ടോറിയൽ 2 ആണ്, 3 ഫാക്ടോറിയൽ 6 ആണ്, 4 ഫാക്ടോറിയൽ 24 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം 4 ഫാക്ടോറിയൽ ആണ് 24. സോ വി ക്യാൻ സേ ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു 4 എന്ന് കണ്ടുപിടിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കുക, ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1 2 3 4 5 ഇഫ് the digits can be repeated, the repetition is not allowed. അപ്പോൾ ഡിജിറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിജിറ്റ്സ് വന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പെർമ്യൂട്ടേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ NPR നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ പ്രത്യേകമായിട്ട് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് നമുക്ക് ഉപയോഗിക്കാം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് നമുക്ക് ഉപയോഗിക്കാം. അതറിയാലോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ 3 ഡിജിറ്റിന് 3 കള്ളി വരച്ചു. ഇങ്ങനെയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഇതാണ് നമ്മുടെ യൂണിറ്റ് പ്ലേസ്, ഇത് 10th പ്ലേസ്, ഇത് 100th പ്ലേസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. മക്കളെ, ടോട്ടൽ നമ്മുടെ കയ്യിൽ 1 2 3 4 5 അല്ലെ, 5 ഡിജിറ്റുകളാണുള്ളത്. ഇത് കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? 1 2 3 5 6 എന്ന് കൊടുക്കും. 1 2 3 5 6. നമ്മൾ വിചാരിക്കും ഇതിൽ 6 പേരുണ്ട്. അപ്പോൾ നോക്കണം, ഏതെങ്കിലും നമ്പർ മിസ്സിങ് ആണോ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോഴും 5 നമ്പറേ ഉള്ളൂ കേട്ടോ. അവർ ചുമ്മാ 4ന് അവിടുന്ന് ഡിലീറ്റ് ചെയ്തൊക്കെ തരും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ. ഇപ്പം ഇവിടെ കറക്റ്റാണ് 1 2 3 4 5 ആണ്. അപ്പോൾ നമുക്ക് 5 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 5എണ്ണത്തിൽ എത്ര ഈവൻ നമ്പർ ഉണ്ട്? 2ഉം 4ഉം മാത്രമാണ് ഈവൻ നമ്പർ. അഥവാ ഈ ഭാഗത്ത് 2 ഓപ്ഷനാണുള്ളത്. ഏതൊക്കെയാണ് 2 ഓപ്ഷൻസ്? 2 അല്ലെങ്കിൽ 4. അപ്പം യൂണിറ്റ് പ്ലേസിൽ എത്ര ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. 2 ഓപ്ഷനാണുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഡിജിറ്റ് ഇവിടെയും ഉപയോഗിക്കാം. ടോട്ടൽ 5 ഡിജിറ്റ്സ് ഇവിടെയും നമുക്ക് ഉപയോഗിക്കാം, 2 സ്ഥലത്തും. ഇവിടെ 2 ഡിജിറ്റ് മാത്രമേ സാധിക്കൂ. 1 2 കേട്ടോ. ഇതിൻ്റെ കൗണ്ടാണ് ഇവിടെ എഴുതിയത്. അപ്പം 5 × 5 × 2 എന്ന് ഉത്തരം കിട്ടും. ഉത്തരം 50 എന്ന് കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിജിറ്റ്സ് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. അപ്പോഴും 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, 2 അല്ലെങ്കിൽ 4. ഈ 2 എണ്ണത്തിൽ ഒരെണ്ണം ഇവിടെ നമുക്ക് പ്രയോഗിക്കാം. പക്ഷേ 2 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 5ൽ നിന്ന് ഒരെണ്ണം മൈനസ് ചെയ്യണം. ടോട്ടൽ 5ൽ നിന്ന് ഒരെണ്ണം മൈനസ് ചെയ്യണം. ഏതാണോ 1? ഇവിടെ പ്രയോഗിച്ച 2ൽ ഏതോ 1. അപ്പോൾ നമുക്ക് 5ൽ നിന്ന് ഒരെണ്ണം മൈനസ് ചെയ്യാം. ഒരെണ്ണം മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. അതിൽ നിന്ന് ഒരെണ്ണം മൈനസ് ചെയ്താൽ 3 വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? ബൈ FPC 3 × 4 × 2. അപ്പോൾ 12 × 2 24 എന്ന് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത് വേറെ രീതിയിൽ ചെയ്ത് പഠിച്ചവരുണ്ടാകും. ഒന്നുകിൽ നോക്കുക, ഇവിടെ 2നെ ഫിക്സ് ചെയ്തു, ഓർ ഇവിടെ 4നെ ഫിക്സ് ചെയ്തു. ഈ 2ഉം 4ഉം ഇനി നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എത്ര ഓപ്ഷൻ ഉണ്ട്? 5ൽ നിന്ന് ഒരു നമ്പർ പോയി 4 3. 5ൽ നിന്ന് ഒരു നമ്പർ പോയി 4 3. അപ്പോൾ ഇവിടെ 12 വരും, ഇവിടെ 12 വരും. 2 കൂടി ആഡ് ചെയ്ത് 24 എന്ന് കണ്ടുപിടിച്ചാലും ശരിയാണ്, ഇങ്ങനെ കണ്ടുപിടിച്ചാലും ശരിയാണ്. ക്ലിയർ ആയോ മക്കളെ? ഇപ്പോൾ ഡിജിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ FPCയോ NPRോ ഉപയോഗിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈവൻ നമ്പർ എന്നൊക്കെ ഉണ്ടെങ്കിൽ NPR ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആ കണ്ടീഷൻ സ്പെഷ്യലായിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോളൂ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദേ വരുന്നു.
ഇതാണ്, നോക്കിക്കോളൂ. യെസ്, 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. ദെൻ ഫൈൻഡ് എക്സ് എന്നാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് ക്വസ്റ്റ്യൻ. യെസ് മക്കളെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് പെട്ടെന്ന് ചെയ്തേ. എക്സിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് ചെയ്തേ. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന്. കണ്ടാൽ തന്നെ അറിയാം ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന്. യെസ്, വേഗം വരട്ടെ. എക്സ് കണ്ടുപിടിക്കാൻ കിട്ടിയോ? 100 ആണ്, 100 ആണ്, കറക്റ്റാണ്. ഇതേ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കുക, 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ ആണ്. സാർ ഈ 10നെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഈ 10 ഫാക്ടോറിയൽ ഇവിടുന്ന് വന്നിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ആകും 10 ഫാക്ടോറിയൽ. ഇത് രണ്ട് പേർക്കും മൾട്ടിപ്ലൈ ചെയ്യണം മക്കളെ. അപ്പോൾ നമുക്ക് 10 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ പ്ലസ് 10 ഫാക്ടോറിയൽ ബൈ 9 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പം ഈ ഫാക്ടോറിയൽ ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ സെയിം ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ വലിയ 10 ഫാക്ടോറിയലിനെ 8 ഫാക്ടോറിയലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ 10 × 9 × 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. നമുക്കറിയാം n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n × അതിൽ നിന്ന് 1 കുറച്ച ഫാക്ടോറിയലാണ്. അപ്പം ഈ 1 കുറച്ച ഫാക്ടോറിയൽ n-1 എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 കുറച്ചാൽ n-2 ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതി പോകാം. ഇപ്പോൾ 10ൽ നിന്ന് 1 കുറച്ച് 9, അതിൽ നിന്ന് 1 കുറച്ച് 8 ഫാക്ടോറിയൽ, താഴെ 8 ഫാക്ടോറിയൽ ഉണ്ട്, പ്ലസ് 10 × 9 ഫാക്ടോറിയൽ ബൈ 9 ഫാക്ടോറിയൽ. കാരണം എനിക്ക് ഇവിടെ 9 ഫാക്ടോറിയലാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 1 കുറച്ചു. ഇവിടെ 8 ഫാക്ടോറിയൽ വരെ എത്തണം. അതിന് വേണ്ടിയിട്ട് 2 തവണ 2 സംഖ്യകൾ കുറച്ചു. 1 കുറച്ച് 9, 1 കൂടി കുറച്ച് 8. സോ ഇത് രണ്ടും തട്ടിക്കളഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ ആൻസറായി 10 × 9 90 പ്ലസ് 10 ആണ് എക്സ്, 100 എന്ന് കിട്ടും എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം മക്കളെ എളുപ്പത്തിൽ പറയാം. നോക്കുക, ഇപ്പം 1/3 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ ഈക്വൽ ടു x/5 ഫാക്ടോറിയലാന്ന് വിചാരിക്കുക. 3, 4, 5 അടുത്തടുത്ത സംഖ്യകളാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് താഴെയുള്ളതിൻ്റെ സ്ക്വയർ ആയിരിക്കും. 5ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത്? എക്സ്. എടോ 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ ആണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ 8ൻ്റെ സ്ക്വയർ ആയിരിക്കും. കണ്ടോ, അടുത്തടുത്ത 3 സംഖ്യകളാണെങ്കിൽ 64. ഇത് 1 വേർഡ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് എഴുതാം, സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ലാതെ തന്നെ എഴുതാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ, യെസ്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിമം എന്തായാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പോവുക കേട്ടോ. യെസ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ചെയ്ത് നോക്കിയാലോ മക്കളെ? അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റർ അറേഞ്ച്മെൻറ്റ്സ് that can be made from the letters of the word daughter. Letters of the word daughter, so that all vowels occur together, all vowels do not occur together. നോക്കാം മക്കളെ, എല്ലാ വവൽസും ഒരുമിച്ചാണ്, എല്ലാ വവൽസും ഒരുമിച്ചല്ല. ഈ 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. all vowels occur together, all vowels do not occur together. അല്ലേ? അപ്പം വളരെ സിമ്പിൾ ആണ്. ആദ്യം അതിനു മുമ്പ് എക്കും ബിക്കും മുന്നേ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റർ അറേഞ്ച്മെന്റ്. അപ്പം 8 ലെറ്റർ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഡോട്ടർ എന്ന് പറയുന്നതിൽ എത്ര ലെറ്റർ ഉണ്ട്? ഡോട്ടർ എന്ന് പറയുന്നതിൽ എത്ര ലെറ്റർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 8 ലെറ്റർ ഉണ്ട്. അപ്പോൾ 8 ലെറ്റേഴ്സിന് അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 8 ലെറ്റേഴ്സ് ക്യാൻ അറേഞ്ച് ഇൻ എത്ര രീതിയിൽ പറ്റും? അറേഞ്ച് ഇൻ 8 ഫാക്ടോറിയൽ വേസ്. അപ്പം ആദ്യത്തതിൻ്റെ ഉത്തരം 8 ഫാക്ടോറിയൽ ആണ്. അത് കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താം. 8 ഫാക്ടോറിയൽ ആണ് ആദ്യത്തതിൻ്റെ ഉത്തരം. അത് കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തുക. മെയിൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വവൽസ് ടുഗദർ ആണ് അല്ലെ? വവൽസ് ഒക്കർ ടുഗദർ, വവൽസ് ഒക്കർ ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവൽസ് എല്ലാം ഒരുമിച്ചാണ്. വവൽസ് എ ഉണ്ട്, യു ഉണ്ട്, പിന്നെ ഇ ഉണ്ട് അല്ലെ? അപ്പം 3 വവൽസ് ഉണ്ട് അല്ലെ? അവരെ നമ്മൾ എ, യു, ഇ എന്ന് പറയാം. ബാക്കി എത്ര പേരുണ്ടാകും? 5 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? ബാക്കി 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഈ എ, യു, ഇ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒരു ഒബ്ജക്റ്റ് ആണ്. അതേസമയം ഈ 5 ലെറ്റേഴ്സ് 5 വ്യത്യസ്ത ഒബ്ജക്റ്റ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ?
അതായത് വവൽസ് ഒക്കർ ടുഗദർ എന്ന് പറഞ്ഞാൽ ഇനി ഇവർ 3 പേരും ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക ഈ അറേഞ്ച്മെന്റിൽ. ക്ലിയർ ആയവരൊന്ന് ടാറ്റ വിഷി കാണിച്ച മക്കളെ. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? വവൽസ് ഒക്കർ ടുഗദർ എന്ന് പറയുമ്പോൾ ഇതൊരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഒറ്റ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ഒരു ഒബ്ജക്റ്റായി പരിഗണിക്കണം. ബാക്കി 5 ലെറ്റേഴ്സ് ഉണ്ടാവും. കാരണം 8 ലെറ്ററിൽ 3 ലെറ്റർ ഒരുമിച്ച് ഇനി ഒറ്റ ബ്ലോക്കാ. ഓക്കെ, ഇവരിനി ഇങ്ങനെ അറേഞ്ച്ഡ് ആകും. ബാക്കി 5 ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഇത് അറേഞ്ച്ഡ് ആവുന്നതാണ് വവൽസ് ഒക്കർ ടുഗദർ. അപ്പോൾ രണ്ടും ചേർത്ത് 6 ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 6 ഒബ്ജക്റ്റിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 ഒബ്ജക്റ്റ് can arrange in how many ways? Arrange in 6 factorial ways. അതിന് 6 factorial ways ആണുള്ളത്. മതിയോ? പോരാ. കാരണം ഈ വവൽസ് തന്നെ AUE എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്, EUA എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്, UAE എന്ന് പറയുന്നത് മറ്റൊരു അറേഞ്ച്മെന്റ് ആണ്. അങ്ങനെ വവൽസ് 3 vowels can arrange how many ways? Vowels can arrange in എത്രയാണ്? 3 vowels ഉണ്ട്. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3p3 അഥവാ 3 ഫാക്ടോറിയൽ. ഇവിടെ എന്താ വന്നത്? 6 ഒബ്ജക്റ്റ് 6 സ്ഥലത്ത് അറേഞ്ച് ചെയ്യുമ്പോഴാണ് 6p6 ഫാക്ടോറിയൽ ആയത് കേട്ടോ. മനസ്സിലാക്കുക, NPN എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ 6 ഒബ്ജക്റ്റിനെ 6 സ്ഥലത്ത് അറേഞ്ച് ചെയ്തു 6 ഫാക്ടോറിയൽ വേസിൽ. 3 വവൽസിനെ 3 സ്ഥലത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ 3p3 അഥവാ 3 ഫാക്ടോറിയൽ വേസ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എന്ത് വരും? ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ത് വരും? വവൽസിന്റെ 3 ഫാക്ടോറിയലും വവൽസ് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന 6 ഒബ്ജക്റ്റിന്റെ 6 ഫാക്ടോറിയലും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അത് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് എഴുതുക. ഞാൻ സമയം കളയുന്നില്ല. ഇതിലെ ബി ക്വസ്റ്റ്യൻ അഥവാ സെക്കൻഡ് ക്വസ്റ്റ്യൻ വവൽസ് നോട്ട് ഒക്കർ ടുഗദർ ആണ്. വെരി സിമ്പിൾ. വവൽ ഒക്കർ ടുഗദർ എത്രയാണ്? 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ ആണ്. ടോട്ടൽ 8 ഫാക്ടോറിയൽ ആണ്. ടോട്ടൽ 8 ഫാക്ടോറിയലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതങ്ങ് മൈനസ് ചെയ്യുന്നു. 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ മൈനസ് ചെയ്താൽ ആൻസർ ആയി. കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് മൈനസ് ചെയ്ത് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? അത് നിങ്ങൾ ചെയ്യൂലേ? യെസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒക്കർ ടുഗദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, നമ്മൾ ചെയ്യുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്പെഷ്യലായിട്ടൊന്ന് നോക്കുക. ഓക്കെ, യെസ് മക്കളെ, നമുക്ക് അടുത്തൊന്ന് നോക്കാം. യെസ്, ദേ വരുന്നു അടുത്തത്. ഓക്കെ, ഇവിടെ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മിസിസിപ്പി. അപ്പോൾ നമ്മൾ എണ്ണുക എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 11 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? 11 ലെറ്റേഴ്സിന് അറേഞ്ച് ചെയ്യാം. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 11 ലെറ്റേഴ്സ് ആണെങ്കിൽ 11 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇതിൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മക്കളെ, റിപ്പീറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യണം? നിങ്ങൾ കുറക്കണം. ആരെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? M റിപ്പീറ്റ് ചെയ്യുന്നില്ല. I 4 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? S 4 പ്രാവശ്യമുണ്ട്. P 2 പ്രാവശ്യമുണ്ട്. അപ്പം 4 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇതായിരിക്കും ഉത്തരം. ഇസ് ഇറ്റ് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കാം. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ താഴെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്കൊരു കാര്യം അറിയണം. ഇവിടെ ശ്രദ്ധിച്ചോളുക മക്കളെ. 2 യെസ് നോക്കട്ടോ മക്കളെ. 2 കോമ്പിനേഷൻ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. NCXും NCYയും ഈക്വൽ ആണെങ്കിൽ n കണ്ടുപിടിക്കാൻ ഈ എക്സും ഈ വൈയും കൂട്ടിയാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? NCX NCYക്ക് ഈക്വൽ ആണെങ്കിൽ n കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂട്ടിയാൽ മതി. ഇത് തന്നെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. NCRും NCN-6ഉം സെയിം ആണ് കേട്ടോ. 6 + n - 6 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് n എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് NCR = NCN-6. മക്കളെ നോക്കട്ടോ, ഇത് ഒന്ന് നന്നായിട്ട് പഠിച്ചു നോക്കുക. വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ അതേ നോക്കിയേ, ഇവിടെ നമുക്ക് എന്തെല്ലാം ഉണ്ട്? NC8 = NC9 ആണ്.
അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് NC17 ആണ്. മക്കളെ നോക്കുക, NC8 NC9 ആണെങ്കിൽ n എന്ന് പറയുന്നത് 8ഉം 9ഉം കൂട്ടിയാൽ 17 ആണ് കിട്ടുക. അപ്പോൾ 17C17 ആണ് നിങ്ങളോട് കാണാൻ ചോദിച്ചത്. 17C17 1 ആണ്. കാരണം എന്താ? NCN 1 ആണ്. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 17C17 1 ആണ്, അഥവാ NCN 1 ആയതുകൊണ്ടാണ്. ക്ലിയർ ആയല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? യെസ്, ഒന്ന് പെട്ടെന്ന് എഴുതിക്കേ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. യെസ്, അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് സ്പീഡാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് എഴുതിയെടുക്കാം, എൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ എഴുതി വെക്കുക, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നാളെ ചോദിക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? സാറ് വായിക്കട്ടെ. യെസ്, ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേ വരുന്നു, ഒന്ന് ചെയ്ത് നോക്കിയേ. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 points ഓൺ എ സർക്കിൾ? ഹൗ മെനി കോഡ്സ് ക്യാൻ ഡ്രോൺ ത്രൂ 21 points ഓൺ എ സർക്കിൾ? യെസ്, 21 പോയിന്റിൽ എത്ര കോഡ് വരയ്ക്കാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കാം, നമുക്ക് നോക്കാം. യെസ്, ഇതേ വരുന്നു 21 പോയിന്റ്. എന്താണ് നമ്പർ ഓഫ് കോഡ്സ് കാണാനുള്ള ഇക്വേഷൻ? എന്താണ് മക്കളെ? നമ്പർ ഓഫ് കോഡ്സ് കാണാൻ എന്താണ്? NC2. നമ്പർ ഓഫ് ലൈൻസ്, നമ്പർ ഓഫ് കോഡ്സ്, നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്, ഇതിനൊക്കെ NC2 ആണ്, അഥവാ 21C2 ആണ്. ഒന്നുകിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇവിടെ 2 ആയതുകൊണ്ട് 1 × 2 എന്ന് എഴുതി. ഇവിടെ 2 സ്ഥാനം താഴോട്ട് വരും. അപ്പോൾ 21, ഒരു നമ്പർ തൊട്ട് താഴെ 20, വെട്ടുമ്പോൾ 10 എന്ന് വരും. 210 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇപ്പം ഇത് നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് ആണെങ്കിലും ഇത് തന്നെയാണ്. ഓക്കെ, നമ്പർ ഓഫ് കോഡ്സ്, നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ ഇത് തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ വരുന്നു. ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി ഓഫ് 3 persons ക്യാൻ ബി ഫോംഡ്? ഓക്കെ, ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി ഓഫ് 3 persons ക്യാൻ ബി ഫോംഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 2 men and 3 women? ഓക്കെ, 2 men and 3 women. എത്ര പേരാണ്? 3 പേഴ്സൺ ആണ്. 3 ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ ടോട്ടൽ എത്ര പേരുണ്ട്? 2 മെന്നും 3 വുമണും ഉണ്ട്. 5 പേരുണ്ട്. 5 പേരിൽ നിന്നും 3 പേരെ സെലക്ട് ചെയ്യണം. കമ്മിറ്റി ഫോം ചെയ്യുന്നത് C ആണ്, NCR ആണ്. 5 പേരിൽ നിന്ന് 3 പേരെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ താഴെ 3 ആയതുകൊണ്ട് 1 × 2 × 3 എഴുതാം. മുകളിൽ 5 × 4 × 3, 3 പേരെ താഴോട്ട് എഴുതി. ഇയാളെ വെട്ടാം, ഇയാളെ വെട്ടാം. ഇത് 2, 5 × 2 10 എന്ന് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബൈനോമിയൽ തിയറത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ. അതിന് മുന്നേ ഇതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കൺസിഡർ സെറ്റ് A ഈക്വൽ ടു ABCDE. ABCDE. ഓക്കെ, എഴുതിക്കോളൂ. കൺസിഡർ സെറ്റ് A ഈക്വൽ ടു ABCDE. യെസ്. Find the number of subset of A. എഴുതു. Find the number of subset of A which contains, എഴുതിക്കോളൂ. Find the number of subset of A which contains exactly 2 elements. Find the number of subset of A which contains exactly 2 elements. അപ്പോൾ എന്താ വരിക? യെസ്, എന്താ വരിക? പറ. ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ മുന്നേ? എടാ, ഇതിന് എത്ര സബ്സെറ്റ് ഉണ്ട്? പക്ഷെ ആ സബ്സെറ്റിൽ 2 എലമെന്റേ പാടൂ. ഇങ്ങനെ ABCD ഇങ്ങനെ, അല്ലെങ്കിൽ AD ഇങ്ങനെ 2 എലമെന്റ് വീതമുള്ള എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് സബ്സെറ്റ് എണ്ണി നോക്കി കണ്ടുപിടിക്കേണ്ട. ഇത് ആക്ച്വലി സെറ്റ് തിയറിയും നമ്മുടെ കോമ്പിനേഷനും ചേർന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ കയ്യിൽ 5 എലമെന്റ് ഉണ്ട് അല്ലേ? 5 എലമെന്റിൽ നിന്നും 2 വീതം സെലക്ട് ചെയ്യാണ്. അറേഞ്ച്മെന്റ് അല്ല. അറേഞ്ച്മെന്റും സെലക്ഷനും നമ്മൾ വ്യത്യാസം എന്താ? അറേഞ്ച്മെന്റിൽ AB എന്ന് പറയുന്നതും BA എന്ന് പറയുന്നതും വ്യത്യസ്ത അറേഞ്ച്മെന്റുകളാണ്. പക്ഷേ ഇത് സെലക്ഷൻ ആവുമ്പോൾ ഇത് രണ്ടും ഒരൊറ്റ സെലക്ഷനേ ഉള്ളൂ. ക്ലിയർ ആണോ?
ക്ലിയർ ആണ്? നമ്മളൊരു ബെഞ്ചിൽ രണ്ടുപേരെ അറേഞ്ച് ചെയ്യാണ്. ആദ്യം എയും പിന്നെ ബി ഇരിക്കുന്നതും ആദ്യം ബിയും പിന്നെ എ ഇരിക്കുന്നതും എന്താണ്? വ്യത്യാസമാണ് അല്ലേ? ഒരു ക്യൂയിൽ നിൽക്കുകയാണ്. മുന്നിൽ എയും പിന്നിൽ ബി നിൽക്കുന്നതും മുന്നിൽ ബിയും പിന്നിൽ എ നിൽക്കുന്നതും വ്യത്യസ്തമായ അറേഞ്ച്മെന്റ് ആണ്. അതേസമയം നമ്മൾ എനും ബിനെയും ഇവർ രണ്ടുപേരെ ഉപയോഗിച്ച് ഒരു ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് പോവുകയാണെങ്കിൽ എയും ബിയും എടുത്താലും ബിയും എയും എടുത്താലും ഒറ്റ ടീമാണ്. ശരിയല്ലേ? എ ബി എന്ന് പറഞ്ഞാലും ബി എ എന്ന് പറഞ്ഞാലും ഒറ്റ ടീമാണ്. അതാണ് സെലക്ഷൻ. മറ്റത് അറേഞ്ച്മെന്റ് ആണ്. അപ്പം ഇവിടെ എ ബി എന്ന് എഴുതിയാലും ബി എന്ന് എഴുതിയാലും സെയിം സെറ്റാണ് വരുന്നത്. അതായത് 5 എലമെന്റിൽ നിന്ന് 2 വീതം സെലക്ട് ചെയ്യുന്നു. അപ്പം അതും ഉത്തരം 10 എന്ന് തന്നെ കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആവരുന്ന ഡാറ്റ വിഷയം കാണിച്ചേ. ഒരു പുതിയ ക്വസ്റ്റ്യൻ പഠിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ചിന്തിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ ആൻസർ കിട്ടുന്ന രീതിയിലാണ്, അല്ലാതെ വലിയ സംഗതികളൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് ബൈനോമിയൽ തിയറത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതേ വരുന്നു ബൈനോമിയൽ തിയറത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ മകളെ നോക്കിക്കോളൂ, ബൈനോമിയൽ തിയറത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. യെസ്, എല്ലാവരും എഴുതിക്കേ ബൈനോമിയൽ തിയറത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതേ വരുന്നു. ദ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 1/x റേസ് ടു 10. നോട്ട് ദി പോയിന്റ്. ദ നമ്പർ ഓഫ് ടേംസ് ഇൻ എ പ്ലസ് ബി ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ അത് n+1 ആയിരിക്കും. എ പ്ലസ് ബി ഹോൾ റേസ് ടു n n+1 ടേം ഉണ്ടാകും. ഓക്കെ, അതിനിപ്പോൾ 3 വന്നാലും n+1 ടേം ഉണ്ടാകും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. നമ്പർ ഓഫ് നേരത്തെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് 2n ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എക്സാക്ട്ലി 2 എലമെന്റ് മാത്രമുള്ള എത്ര സബ്സെറ്റ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. നമ്മുടെ കയ്യിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 വീതം സെലക്ട് ചെയ്താൽ നമ്മൾ 2n 2/5 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം ആ സെറ്റിന് ഉണ്ടാകുന്ന സബ്സെറ്റ് ആയിരുന്നു. ഈ 32 സബ്സെറ്റിൽ 10 2 എലമെന്റ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് കമന്റ് ചെയ്തേ. ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഒന്ന് എസ് കമന്റ് ചെയ്തേ. ഇല്ല, ആരാ ചോദിച്ചേ? 2n. യെസ്, ഓക്കെ, യെസ്, ഗുഡ്. നോക്കിക്കോളൂ കേട്ടോ മക്കളെ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ 2n. അപ്പോൾ ഇവിടെ a + b + c റേസ് ടു n ആണെങ്കിലും n+1 തന്നെയാണ്. ചിലപ്പോൾ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അങ്ങനെ ചോദിച്ചേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് 10 + 1 11 ടേം ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുക. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതെന്താണെന്നാണ്. NC0 + NC1 + NC2 + NCn എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓപ്ഷൻ പറയാൻ പറ്റുമോ? ഓപ്ഷൻ പറയാൻ പറ്റുന്നവരൊന്ന് കമന്റ് ചെയ്തേടാ മക്കളെ. കമന്റ് ചെയ്യൂ. ഓപ്ഷൻ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം മക്കളെ. ഓപ്ഷൻ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം പ്ലീസ്. കമന്റ്. ഏതാണ്? സി. വെരി ഗുഡ്. അറിഞ്ഞിരിക്കേണ്ട കാര്യം 1 + x ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ 1 + nx + nc2x² + എക്സെട്രാ ncn x റേസ് ടു n ആണ്. ഓക്കെ, അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ആരാണ്? nc0 ആണ്. n എന്ന് പറയുന്നത് nc1x + nc2x² + എക്സെട്രാ. ഇതാണ് 1 + x റേസ് ടു n. ഇനി 2 റേസ് ടു n ന്റെ എക്സ്പാൻഷൻ ആണ് പഠിക്കേണ്ടത്. അത് nc0 അഥവാ 1 ആണ് പ്ലസ് nc1 + nc2 അപ് ടു ഏത് വരെ പോകും? ncn വരെ പോകും. ഇതാണ് 2 റേസ് ടു n ന്റെ എക്സ്പാൻഷൻ. അതായത് ഈ തന്നിരിക്കുന്നത് 2 റേസ് ടു n ന്റെ എക്സ്പാൻഷൻ ആണ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഇതും പെർമ്യൂട്ടേഷനും കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ ചോദ്യം, ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ വരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വരില്ല. ഓക്കെ, ഒരു ചോദ്യം ഇതും പെർമ്യൂട്ടേഷനും കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ പേഴ്സൺ ഹാസ് 7 ഫ്രണ്ട്സ്. ഒരാൾക്ക് 7 ഫ്രണ്ട്സ് ഉണ്ട്. എ പേഴ്സൺ ഹാസ് 7 ഫ്രണ്ട്സ്. ഓക്കെ, ഒരാൾക്ക് 7 ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഇൻ ഹൗ മെനി വേസ് എഴുതൂ. എഴുതിക്കോളൂ. ഇൻ ഹൗ മെനി വേസ് ഹി ക്യാൻ ഇൻവൈറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. വാക്ക് ശ്രദ്ധിക്കണം. ഇൻ ഹൗ മെനി വേസ് ഹി ക്യാൻ ഇൻവൈറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഫോർ എ പാർട്ടി. അയാൾ ഒരു പാർട്ടി നടത്തുന്നുണ്ട്.
അതിലേക്ക് 7 ഫ്രണ്ട്സിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വിളിക്കാം. അതായത് ഒരാളെ വിളിക്കാം എന്ന് പറഞ്ഞാൽ 7 ഓപ്ഷൻ ഉണ്ട്. 7 പേരിൽ ആരെങ്കിലും ഒരാള്. ഓപ്ഷൻ എത്രയുണ്ട്? 7 സുഹൃത്തുക്കൾ, 7 ഓപ്ഷൻ ഉണ്ട്. ഒരാളെ വീതം വിളിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ 7 ഓപ്ഷൻ ഉണ്ട്. രണ്ടാളെ വീതം വിളിക്കാം. രണ്ടാളെ വീതം വിളിക്കുകയാണെങ്കിൽ എത്ര ഓപ്ഷൻ ഉണ്ട് മക്കളെ? രണ്ടാളെ വീതം വിളിക്കുകയാണെങ്കിൽ എത്ര ഓപ്ഷൻ ഉണ്ട്? രണ്ടാളെ വീതം വിളിക്കുകയാണെങ്കിൽ എത്ര ഓപ്ഷൻ ഉണ്ട്? അപ്പൊ പിന്നെ പണി പാടി. അപ്പൊ 7 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരാളെ വീതം വിളിക്കുകയാണെങ്കിൽ 7 ഓപ്ഷൻ. രണ്ടാളെ വീതം വിളിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫ്രണ്ട് 1 ഫ്രണ്ട് 2നെ വിളിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് 2 ഫ്രണ്ട് 3നെ വിളിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് 1 ഫ്രണ്ട് 3നെ വിളിക്കാം. ഏതെങ്കിലും രണ്ടാളെ വീതം വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ആളെ വീതം വിളിക്കുകയാണെങ്കിൽ ഫ്രണ്ട് 1 ഫ്രണ്ട് 2 ഫ്രണ്ട് 3 വിളിക്കാം, ഫ്രണ്ട് 2 ഫ്രണ്ട് 3 ഫ്രണ്ട് 4 വിളിക്കാം. ഇങ്ങനെ 3ന്റെ കോമ്പിനേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ 4 ആളെ വീതം വിളിക്കാം, അല്ലെങ്കിൽ 5 ആളെ വീതം വിളിക്കാം, അല്ലെങ്കിൽ 6 ആളെ വീതം വിളിക്കാം. 7 3 അല്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരാളെ വിളിക്കാം. ഒരാളെ വിളിക്കാൻ തന്നെ 7 ഓപ്ഷൻ ഉണ്ട്. ശരിയല്ലേ സാറ് പറഞ്ഞത്? 7 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ. രണ്ടാളെ വീതം വിളിക്കണമെങ്കിലോ അപ്പോൾ ഓപ്ഷൻസ് വീണ്ടും മാറും. 3 ആളെ വീതം വിളിക്കുകയാണെങ്കിലോ ഏതൊക്കെയാ 3 ആള് എന്നുള്ളത് ഓപ്ഷൻ വീണ്ടും മാറും. അപ്പം ഇവിടെ സാർ എഴുതുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ ക്ലിയർ ആവും. ഒന്നുകിൽ 7 പേരിൽ ഒരാളെ വീതം സെലക്ട് ചെയ്ത് വിളിക്കാം. ഓർ എന്ന് പറയുന്നത് പ്ലസ് ഇടുക. അറിയാലോ, ഓറിന്റെ സെറ്റ് തിയറി യൂണിയനും അരിത്തമെറ്റിക് ഓപ്പറേറ്റർ പ്ലസ്സുമാണ്, പ്ലസ് ആണ്. ആൻഡിൻ്റെത് ഇന്റർസെക്ഷൻ ആണ്. അരിത്തമെറ്റിക് വരുമ്പോൾ ഇൻറ്റു ആണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ 7 എന്ന് പറയുന്ന നമ്പറേ മാറുള്ളൂ. ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. 7ൽ നിന്ന് ഒരാളെ വിളിക്കാം, അല്ലെങ്കിൽ 7ൽ നിന്ന് 2 പേരുടെ കോമ്പിനേഷൻ വീതം വിളിക്കാം, അല്ലെങ്കിൽ 7ൽ നിന്ന് 3 പേരുടെ കോമ്പിനേഷൻ വിളിക്കാം, അല്ലെങ്കിൽ 7ൽ നിന്ന് 4 പേരെ വിളിക്കാം, അല്ലെങ്കിൽ 7ൽ നിന്ന് 5 പേരെ വിളിക്കാം, അല്ലെങ്കിൽ 7ൽ നിന്ന് 6 പേരെ വിളിക്കാം, അല്ലെങ്കിൽ 7ൽ നിന്ന് 7 പേരെ വിളിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പൊ ഈ സാർ ഇത് ചെയ്യാൻ കാരണം മക്കളെ സൂക്ഷിച്ചു നോക്കുക. ഇതും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കിയേ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കട്ടോ, സാറ് കമ്പൈൻ ചെയ്ത് നോക്കുക. ഇത് 2n - nc0. ഇയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ nc1 പ്ലസ് nc2 പ്ലസ് അപ് ടു ncn അല്ലേ? ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 7 ആയി പരിഗണിച്ചാൽ ഇത് എന്താണ് യഥാർത്ഥത്തിൽ? 2⁻7 - 7c0 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? സാർ എഴുതിയത് ക്ലിയർ ആയോ? എഴുതിയത് ക്ലിയർ ആയോ? നോക്കടാ, 2n nc0 nc1 nc2 അങ്ങനെ ncn ആണ്. അങ്ങനെയാണെങ്കിൽ 2⁻7 എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. 2⁻7 എന്തായിരിക്കും? 7c0 7c1 അങ്ങനെ 7c7 വരെയാണ്. ഇത്രയും പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇയാളെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? ഇസ് ഇറ്റ് ക്ലിയർ? ഈ 7c0 ആയാലും nc0 1 എന്ന് നമുക്കറിയാം. അപ്പൊ 2⁻7 - 1 മക്കളെ. 2⁻7 എന്ന് പറഞ്ഞാൽ 128 -1. അയാൾക്ക് 127 വ്യത്യസ്ത തരം ഓപ്ഷനുകൾ അയാളെ മുമ്പിൽ ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒരാളെ വിളിക്കാൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഈ വാക്കാണ് അതിൽ നമ്മൾ ക്രൂഷ്യൽ ആയിട്ട് മാറുന്നത്. അറ്റ്ലീസ്റ്റ് 1, ഒരാളെ മിനിമം. ഒരാളെ വിളിക്കാം, അപ്പോഴേ അയാൾക്ക് 7 ഓപ്ഷൻ വന്നു. രണ്ടാളെ വിളിക്കുമ്പോൾ 7c2 ഓപ്ഷൻ വന്നു. 3 ആളെ വിളിക്കുമ്പോൾ 7c3 ഓപ്ഷൻ വന്നു. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇത് ബൈനോമിയലും പെർമ്യൂട്ടേഷനും കമ്പൈൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. യെസ്, നോക്കൂ. എക്സ്പാൻഡ് x + 1/x⁻6. ഈ എക്സ്പാൻഷൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നു. എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ഞാൻ ചെയ്ത് സമയം കളയണോ? വേണ്ടല്ലോ. എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ മക്കളെ? ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയാത്തവരുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഞാൻ ഹോംവർക്ക് തരുന്നു, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എക്സ്പാൻഷനിൽ ഒരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. അത് ഹോംവർക്ക് തരുന്നു. യെസ് മക്കളെ, നോക്കിക്കോളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, ഇതാ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നുകിൽ a+b⁴ അല്ലെങ്കിൽ a+b⁴ രണ്ടാലൊന്നാണ് ചോദിക്കുക. ആദ്യം ഇത് കാണണം. a+b⁴ -a-b⁴. അപ്പം നമുക്ക് a+b⁴ കോയിഫിഷ്യൻറ്റ് എന്തൊക്കെയാണ്? a+b⁴ 4c0 വരും, 4c1 വരും, 4c2 വരും, 4c3 വരും, 4c4 വരും.
4C0 1 ആണ്, 4C1 4 ആണ്, 4C2 എത്രയാണ്? 4C2 4 ഇൻറ്റു 3/1 ഇൻറ്റു 2, അപ്പോൾ എത്ര വരും? 6 വരും. 4C3 വീണ്ടും 4 വരും, 4C4 1 വരും. അപ്പോൾ ഞാൻ ആദ്യം കോയിഫിഷ്യൻറ്റുകൾ കണ്ടുപിടിക്കലാണ് എൻ്റെ പണി. കാരണം അതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡൗട്ട് വരുന്ന. കാണാതെ പഠിച്ച് എഴുതിയാലും നോ പ്രോബ്ലം. ഒരു 5 വരെയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാതെ അറിയാം പലർക്കും, അങ്ങനെ എഴുതിയാലും മതി. ഇനി എക്സ്പാൻഡ് ചെയ്യാം. ആദ്യം ഞാൻ a+b⁴ എക്സ്പാൻഡ് ചെയ്യുന്നു. a+b⁴ എക്സ്പാൻഡ് ചെയ്യുന്നു. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് 1 ഇൻറ്റു a⁴ പ്ലസ് അടുത്തത് എന്താണ്? 4 ആണ്. 4 ആകുമ്പോൾ എക്ക് 1 കുറയ്ക്കുന്നു, 3 ആക്കുന്നു, ബി വരും. അടുത്തത് 6 ആണ്. 3 1 കുറയ്ക്കുന്നു, ഈ ബീൻ്റെത് 1 കൂട്ടുന്നു. അടുത്തത് വീണ്ടും 4 ആണ്. ഈ എയുടേത് 1 കുറച്ചാൽ എ, ബി 1 കൂട്ടിയാൽ 3. അടുത്തത് b⁴. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഇത് എഴുതി കഴിഞ്ഞാൽ a−b⁴ മക്കളെ നോക്കിയേ, a−b⁴ വളരെ സിമ്പിൾ ആണ്. a⁴ എഴുതുക, മൈനസിൽ തുടങ്ങുക. ആദ്യത്തത് മൈനസ് പിന്നെ പ്ലസ്, സെയിം സാധനം തന്നെ. ആദ്യം മൈനസ് പിന്നെ പ്ലസ്, അടുത്തത് ഇതിന് മൈനസ്, അടുത്തത് പ്ലസ്, ഇങ്ങനെയാണ് പോകുക. ഇവരെ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി പരസ്പരം മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അടിയിൽ തന്നെ മക്കളെ മൈനസ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. നോക്കിക്കോളൂ, a+b⁴ മൈനസ് a−b⁴ ആണ്. സോ a⁴ 0 മൈനസ് ചെയ്താൽ നോക്കൂ, 4a³ b മൈനസ് 4a³ b എന്നാണ്. നോക്കട്ടോ മക്കളെ, 4a³ b മൈനസ്, വീണ്ടും മൈനസ് ആണ്, 4a³ b ആണ്. അപ്പോൾ ഈ 2 മൈനസും ചേർന്ന് പ്ലസ് ആണ്. അപ്പോൾ എത്ര a³ b ഉണ്ട്? 8a³ b ഉണ്ട്. അപ്പോൾ പ്ലസ് 8a³ b എന്ന് വരും. പ്ലസ് അടുത്തത് നോക്കുക, ഇത് രണ്ടും സെയിം ആണ്, മൈനസ് ചെയ്യുമ്പോൾ 0 ആണ്. നോക്കൂ, 4ab³ മൈനസ് 4a³ ab³ 8ab³ വരും. b⁴ b⁴ മൈനസ് ചെയ്താൽ 0 വരും. സോ നമ്മുടെ ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 8a³ b പ്ലസ് 8ab³ എന്നെഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി അവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ട് ഇവിടെ 8 കോമൺ ആണ്, എ കോമൺ ആണ്, ബി കോമൺ ആണ്. ഇവിടെ 8ഉം ഒരു എയും ബിയും പോന്നു കഴിഞ്ഞാൽ ഇവിടെ a² ഉണ്ട്. ഇവിടെ അപ്പം b² ആണ് ബാക്കി ഉണ്ടാവുക. 8 പുറത്തു പോന്നു, എ പുറത്തു പോന്നു, b³ ഒരു ബിയും പുറത്തു പോന്നു. ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി സിമ്പിൾ ആണ് എന്ന് മാത്രം. ഇനി അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്? നോക്കൂ, √3 പ്ലസ് √2⁴ മൈനസ് √3 മൈനസ് √2⁴ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് √3 പ്ലസ് √2⁴ മൈനസ് √3 പ്ലസ് √2 അല്ല √3 മൈനസ് √2⁴. മക്കളെ ഇവിടെ ഈ ഒരു ഇതില് എയുടെ സ്ഥാനത്ത് √3യും കണ്ടോ നോക്കൂ, ഇതേ സംഭവം തന്നെയാണ്. എയുടെ സ്ഥാനത്ത് √3യും ബിയുടെ സ്ഥാനത്ത് √2ഉം വന്നു എന്ന് മാത്രം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആവരുന്ന ടാറ്റ വീശി കാണിച്ചേ, ക്ലിയർ ആവരുന്ന ടാറ്റ വീശി കാണിച്ചേ. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 8 ഗുണം എ എന്ന് പറയുന്നത് √3, ബി എന്ന് പറയുന്നത് √2, പിന്നെ ഇൻറ്റു √3ന്റെ സ്ക്വയർ പ്ലസ് √2ന്റെ സ്ക്വയർ. മക്കളെ നമുക്കറിയാം √3 × √2 എന്ന് പറയുമ്പോൾ √3 × 2 6 ആണ്. √3ന്റെ സ്ക്വയർ 3 ആണ്, √2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ നമുക്ക് 8 √6 × 5 എന്ന് കിട്ടും. 8 5 40 ആണ്. അപ്പം 40 √6 എന്ന് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മക്കളെ, പെട്ടെന്ന് ചെയ്തു വെച്ചേ. യെസ്, അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് നിങ്ങളെ കൂടുതൽ നിങ്ങളോട് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കാറ്. ഇതിപ്പോൾ ഒരു ക്ലാസ് എന്നല്ല, നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇസ് ഇറ്റ് ക്ലിയർ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ എത്തിച്ചേരണം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അടുത്ത നമ്മൾ കോണിക് സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ദേ വരുന്നു. കോണിക് സെക്ഷനിൽ ഫൈൻഡ് സെന്റർ റേഡിയസ്
ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 8y മൈനസ് 45 ഈക്വൽ ടു 0. യെസ്, വേഗം നോക്കുക. ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 8y മൈനസ് 45 ഈക്വൽ ടു 0. അപ്പം മക്കളെ, ഇവിടെ നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കാണാനുള്ള വിദ്യ എന്ന് പറയുന്നത് സെന്റർ എന്താണ്, എച്ചും കെയും ആണെങ്കിൽ നമ്മൾ എന്താ വരിക, ഈ എക്സ് മൈനസ് എച്ച് അതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. എഴുതിക്കോളൂ എല്ലാവരും. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന രൂപം എന്തായിരിക്കും എന്നറിയോ? ഒരു എക്സ് സ്ക്വയർ ഉണ്ടാകും, ഒരു വൈ സ്ക്വയർ ഉണ്ടാകും. മക്കളെ മനസ്സിലാക്കുക, ഇത് സോൾവ് ചെയ്താൽ അവസാനം സിംപ്ലിഫൈഡ് രൂപമാണ് ഞാൻ പറയുന്നത്. ഒരു എക്സ് സ്ക്വയർ ഉണ്ടാകും, ഒരു വൈ സ്ക്വയർ ഉണ്ടാകും. ഒരു എക്സ് സ്ക്വയർ കാണും, ഒരു വൈ സ്ക്വയർ കാണും. ഓക്കെ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഒരു എക്സ് സ്ക്വയർ കാണും, ഒരു വൈ സ്ക്വയർ കാണും. പിന്നെ ആരാ ഉണ്ടാവുക? പിന്നെ നമുക്കതിൽ ഒരു എക്സിൻ്റെ ടേം ഉണ്ടാകും. എക്സിൻ്റെ ടേമിൻ്റെ കൂടെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഉണ്ടാകും. ഓക്കെ, ആ കോൺസ്റ്റന്റിനെ ഞാൻ വിളിക്കുന്നത് 2g എന്നാണ്. എന്താ വിളിക്കുന്നത്? 2g കേട്ടോ. അപ്പൊ അതിന്റെ ജനറൽ ഫോം ആണ് സാർ എഴുതാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളുക. ഏതൊരു സർക്കിളിന്റെ ഇക്വേഷനും അവസാന സിംപ്ലിഫൈഡ് ഫോം ഇതാ ഈ രൂപത്തിലായിരിക്കും. ഒരു എക്സ് ടേം ഉണ്ടാകും, അതിന്റെ കൂടെയുള്ളതിനെ ഞാൻ 2g എന്ന് വിളിച്ചു, എക്സ്. ഒരു വൈ ടേം ഉണ്ടാകും, അതിന്റെ കൂടെ ഞാൻ 2f എന്ന് വിളിച്ചു. ഒരു കോൺസ്റ്റന്റ് ഉണ്ടാകും ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് ഈക്വൽ ടു 0. നോക്കിയേ, എക്സ് സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്, എക്സിന്റെ കോയിഫിഷ്യന്റ് -4 ഉണ്ട്, വൈന്റെ കോയിഫിഷ്യന്റ് -8 ഉണ്ട്, മൈനസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും മക്കളെ ശ്രദ്ധിക്കുക, ഇങ്ങനെ കിട്ടിയാൽ സെന്റർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. -g -f ചെയ്താൽ മതി. -g -f ചെയ്താൽ മതി. റേഡിയസ് കണ്ടുപിടിക്കാൻ അതിലും ഈസിയാണ്. r = √of ജിന്റെ സ്ക്വയർ എടുക്കുക, എഫിന്റെ സ്ക്വയർ എടുക്കുക, മൈനസ് c ചെയ്യുക. സോ ഇവിടെ നമുക്ക് എക്സിന്റെ നോക്കട്ടോ, എക്സിന്റെ കൂടെയുള്ളതാണ് 2g എന്ന് പറയുന്നത്. അപ്പം 2g എന്ന് പറയുന്നത് -4 ആണ്. അപ്പം g എന്ന് പറയുന്നത് -4/2 -2 എന്ന് കിട്ടും. ഇനി വൈൻ്റെ കൂടെയുള്ളതിനെയാണ് 2f എന്ന് വിളിക്കുന്നത്. 2f എന്നാണ് വൈൻ്റെ കൂടെയുള്ള ആളെ ഞാൻ വിളിച്ചത്. അപ്പോൾ 2fന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിട്ടുള്ളത് -8 ആണ്. അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് -4 എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി കോൺസ്റ്റന്റിന്റെ സ്ഥാനത്ത് ഇവിടെ -45 ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സെന്റർ ഈസി ആയിട്ട് എഴുതാലോ. ഒന്നുമില്ലടാ, സെന്റർ എന്താണ്? ഇതിൻ്റെ മൈനസ് എടുക്കുക. അപ്പോൾ -2 -4 അഥവാ 24 ആണ്. റേഡിയസ് എന്താ വരിക? റേഡിയസ് എന്ന് പറയുന്നത് r എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ്, നോക്കുക, ജിയുടെ സ്ക്വയർ -2ന്റെ സ്ക്വയർ പ്ലസ് -4ന്റെ സ്ക്വയർ -45 -c എന്നാണ്. അവിടെ സിക്ക് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ മക്കളെ ഇവിടെ നോക്കുക, -2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് +4 ആണ്, -4ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് +16 ആണ്, +45 എന്ന് വരും. അഥവാ √20 + 45 √65 ആണ് അവിടുത്തെ റേഡിയസ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആവരൊന്ന് ടാറ്റ വിഷി കാണിച്ചേ. യെസ്, ഓക്കെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, ഇതെന്താണ്? യെസ്, പരാബോളയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വെർട്ടെക്സ്, ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ആക്സിസ്, ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദി പരാബോള x² = 16y. നോക്കട്ടോ, ഒരു പരാബോളയ്ക്ക് നമുക്ക് 4 ടൈപ്പ് പരാബോള നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, മുകളിലോട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ആക്സിസ് എന്താണ് മക്കളെ? ഇതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? വൈയിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം y = എന്ത് വരും? 4a. സോറി, നോക്കുക, y ആണ് ആക്സിസ് അല്ലേ? യെസ് മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ, y ആണ് ആക്സിസ്. അപ്പോൾ എക്സിനാണ് സ്ക്വയർ എടുക്കുക. x² = 4a എന്നാണ് വരിക. അപ്പോൾ അത് താഴോട്ട് വന്നു കഴിഞ്ഞാലോ x² = -4a. ക്ലിയർ ആയോ? ആക്സിസ് ഏതാണോ അതിന് സ്ക്വയർ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. വേറൊരു പരാബോള ഇങ്ങനെയാണ്. ഇത് ഏതാ ആക്സിസ്? പരാബോള x ആക്സിസ് ആണ്.
അപ്പം 4a എക്സ് ആണ് വരുന്നത്. അപ്പോൾ വൈക്കാണ് സ്ക്വയർ. തിരിച്ചിട്ട് ഇങ്ങോട്ടാണെങ്കിലോ വൈ സ്ക്വയർ ഈക്വൽ ടു -4ax ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ പരാബോള ഏത് പരാബോളയാണ് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഏത് പരാബോളയാണ് തന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ ഏത് പരാബോളയാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്നാണ്. ഏത് പരാബോള? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഒന്ന് പറഞ്ഞ് ഏതാണ്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? യെസ്, ഒരു ഡൗട്ട് ഒന്ന് ചോദിച്ചു നോക്കിയേ. ആൻസർ പറയാമെന്നാണോ? ആരാണ്? ഏഞ്ചൽ ആൻസർ പറയാമെന്നാണോ? ഓക്കെ, ഇതിൽ ഏതാണ്? ഒന്ന് കാണിച്ചേ ഏതാണ്? ഫസ്റ്റ് വൺ. യെസ്, വെരി ഗുഡ്. കാരണം എക്സിനാണ് സ്ക്വയർ, വൈക്ക് സ്ക്വയർ ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പരാബോള എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് വരിക. കാരണം ഇതിൽ എക്സിനാണ് സ്ക്വയർ, വൈക്ക് സ്ക്വയർ ഇല്ല. അത് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് വൈയിൽ ഇതാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 16y. ഇനി തീരുമാനിക്കേണ്ടത് ഇവിടെയാണ് ഫോക്കസ് വരിക. ഫോക്കസ് 0a എന്നുള്ള രൂപത്തിലാണ് വരിക. അപ്പം ഡയറക്ട്രിക്സ് എവിടെയാണ് വരിക? ഇവിടെ -aയിലാണ് ഡയറക്ട്രിക്സ് വരിക. അഥവാ ഇങ്ങോട്ടുള്ള അതേ ദൂരമാണ് ഡയറക്ട്രിക്സിലോട്ടുള്ളത്, a ആണത്. അപ്പം നമ്മൾ നോക്കുക, എക്സ് സ്ക്വയർ ഈക്വൽ ടു 16y എന്നാണ് ക്വസ്റ്റ്യന്. നമ്മൾ വേണ്ട ജനറൽ ഫോം എന്ന് പറയുന്നത് 4ay ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാം? 4a ഈക്വൽ ടു 16 ആണ്. അപ്പോൾ a ഈക്വൽ ടു 16/4 4 എന്ന് വരും. a 4 ആണെങ്കിൽ ചോദിച്ച് ഓരോന്നായിട്ട് ചെയ്യാം. വെർട്ടെക്സ്, ഈ പരാബോളയുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്, അത് 0 0 ആണ്. അപ്പോൾ വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0 ആണ്. മക്കളെ ഫോക്കസ് എന്താ വരിക? ഫോക്കസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, y ആക്സിസിലെ പോയിന്റ് ആണ്. 0a എന്നാണ് അത് വരിക, അഥവാ 0 4. ഓക്കെ, ഇനി ഫോക്കസ് കണ്ടു. ആക്സിസ്, ഇക്വേഷൻ ഓഫ് ആക്സിസ് ഏതാണ്? ആക്സിസ് y ആക്സിസ് ആണ്. അപ്പം ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്? ആക്സിസ് y ആക്സിസ് ആണ് കേട്ടോ. y ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ മക്കളെ? y ആക്സിസിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു 0 എന്നാണ്. മനസ്സിലാക്കട്ടോ. y ആക്സിസിന്റെ ഇക്വേഷൻ അറിയാത്തവർ എഴുതി വെക്കുക. ഒരു ആക്സിസിന്റെ ഇക്വേഷൻ പറയുമ്പോൾ y-ന്റെ ഇക്വേഷൻ പറയുമ്പോൾ അത് x ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ x ആക്സിസിന്റെ എന്തായിരിക്കും? x ആക്സിസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? y ഈക്വൽ ടു 0 എന്നാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ്. നോക്കുക, സാധാരണ ആക്സിസ് ഏതാന്നാ ചോദിക്കുക, ഇക്വേഷൻ ആക്സിസ് എന്ന് ചോദിക്കാറില്ല. അഥവാ അവർ നിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടാക്കാൻ ചോദിച്ചാൽ നിങ്ങൾ നേരെ ആക്സിസ് y ആണെന്ന് എഴുതരുത്. കാരണം y ആണെന്ന് ഉറപ്പാണ്. കാരണം എന്താ? ഈ പരാബോള ഇങ്ങനെ കവഞ്ഞു നിൽക്കുന്നത് y-യിലാണ്, അത് ഓക്കെയാണ്. പക്ഷെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ x ഈക്വൽ ടു 0 എന്നാണ് വരുന്നത് കേട്ടോ. ഇനി ഡയറക്ട്രിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്. അപ്പം അത് എവിടെയാണ് ഉണ്ടാവുക? ഇത് എയിലാണെങ്കിൽ -aയിൽ, y ആക്സിസിൽ -a. ഇതാണ് ഇക്വേഷൻ എഴുതേണ്ടത് കേട്ടോ. y ആക്സിസിൽ -a എന്നാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് വരിക. അല്ലെങ്കിൽ y + a ഈക്വൽ ടു 0 എന്നും എഴുതാം. അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അതാണ് സാറ് ഷോർട്ടായിട്ട് LLR എന്ന് എഴുതിയത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് പരാബോള, ഓർക്കുക അത് 4a ആണ് കേട്ടോ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് പരാബോള 4a ആണ്, അഥവാ 4 × 4 ഈക്വൽ ടു 16. എന്താണ് ലാറ്റസ് റെക്റ്റം? അതും മനസ്സിലാക്കിക്കോ. ഇതാണ് ലാറ്റസ് റെക്റ്റം കേട്ടോ. ഇതാണ് ലാറ്റസ് റെക്റ്റം, അഥവാ ഫോക്കസിൽ രണ്ട് ഭാഗവും തട്ടുന്ന രീതിയിൽ വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ 90 ഡിഗ്രി വരുന്ന രീതിയിൽ വരയ്ക്കുന്നതാണ് ലാറ്റസ് റെക്റ്റം. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ക്ലിയർ ആണോ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എലിപ്സിലോട്ടൊന്ന് പോയി നോക്കാം. യെസ്, പറഞ്ഞോളൂ. യെസ്, പറയാം. എല്ലാ ഷേപ്സിൻ്റെയും എക്സെൻട്രിസിറ്റി പറയാം, നോക്കാം കേട്ടോ. യെസ്, പറയാം. നോക്കിക്കോളൂ, പറയാം. ലാസ്റ്റ് പറയാം കേട്ടോ. അത് ചിലപ്പം ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അങ്ങനെയും ചോദിച്ചേക്കാം. എക്സെൻട്രിസിറ്റി എല്ലാറ്റിൻ്റെയും പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോളൂ,
യെസ്, ഇതേ വരുന്നു. അടുത്തത് ഇതാ, ഫൈൻഡ് ഫോസൈ വെർട്ടിസസ് എക്സെൻട്രിസിറ്റി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ലെങ്ത് ഓഫ് മേജർ ആൻഡ് മൈനർ ആക്സിസ് ഓഫ് ദ എലിപ്സ്. ഒരു എലിപ്സ് തന്നിട്ടുണ്ട്. ആ എലിപ്സ് സ്ലീപ്പിംഗ് ആണോ സ്റ്റാൻഡിങ് ആണോ? അഥവാ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്നു. ആരാ കിടക്കല്? എക്സ് ആക്സിസ് ആണ് ഇങ്ങനെ കിടക്കുന്നത്. നിൽക്കുന്ന ആക്സിസ് ഏതാണ്? വൈ ആണ് അല്ലേ? എപ്പോഴും നിൽക്കുന്ന ആക്സിസ് ഏതാണ്? വൈ ആണ്. സ്ലീപ്പിംഗ് ആയിട്ട് നിൽക്കുന്നത് എക്സ് ആണ് കേട്ടോ. അപ്പൊ നിൽക്കുന്ന ആക്സിസ് വൈ ആണ്, സ്ലീപ്പിംഗ് ആയിട്ടുള്ളത് എക്സ് ആണ്. അപ്പൊ ഏതിലാണ്, എക്സിലാണോ വൈയിലാണോ എന്ന് കണ്ടുപിടിക്കാൻ ഏത് ലെറ്ററിന്റെ താഴെയാണ് വലിയ നമ്പർ? തീർച്ചയായിട്ടും 49 എക്സിന്റെ താഴെയാണ്. അപ്പം ആ ഒരു എലിപ്സ് നിൽക്കുന്നത് ഇങ്ങനെ കിടക്കുന്ന എലിപ്സാണ് വരിക കേട്ടോ. അതായത് എക്സ് ആണ് മേജർ ആക്സിസ്, ഇതാണ് മേജർ, ഇതാണ് മൈനർ വരിക. കാരണം എക്സിന്റെ താഴെയാണ് വലുത്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ മക്കളെ ശ്രദ്ധിക്കുക, ഇത് സ്ക്വയർ ആക്കി മാറ്റണം. ഇതിനെ സ്ക്വയർ ആക്കുമ്പോൾ എക്സ് സ്ക്വയർ 41 7ന്റെ സ്ക്വയർ ആണ്, വൈ സ്ക്വയർ 36 6ന്റെ സ്ക്വയർ ആണ് ഈക്വൽ ടു 1. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയി വരുന്ന ചാറ്റ് വിഷയം കാണിച്ചേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 7 എന്താണ്? ഈ പോയിന്റ് ആണ് 7. മേജർ ആക്സിസിന്റെ എൻഡിലാണ് 7 വരിക. അപ്പൊ ഇവിടെ -7 എന്ന് വരും. ഈ ലെങ്ത് ആണ് 7 എന്ന് വരിക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഇതിനെയാണ് നമ്മൾ വെർട്ടീസസ് എന്ന് പറയുക കേട്ടോ. വെർട്ടീസസ് അത് അറിയാത്തവർ എഴുതി വെച്ചോളൂ. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ് വെർട്ടീസസ്. മക്കളെ ശ്രദ്ധിക്കുക, മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ് വെർട്ടീസസ്. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ് വെർട്ടീസസ്. പഠിച്ചു വെച്ചോ, മേജർ ആക്സിസിന്റെ പഠിച്ചു വെച്ചോ മക്കളെ. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ് വെർട്ടീസസ്. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ് വെർട്ടീസസ്. പഠിച്ചു വെച്ചോട്ടോ. യെസ്. അപ്പം ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഫോസൈ കാണണം. ഫോസൈ എന്ന് പറയുമ്പോൾ 2 ഫോക്കസ് ഉണ്ട്, ഫോക്കസ് 1 ഫോക്കസ് 2. അത് C0 എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ കേസിൽ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് അവർ തമ്മിലുള്ള റിലേഷൻ. എന്താണ്? ഈ പോയിന്റ് ആണ് എ. ഇവിടെ വരുന്നത് മൈനർ ആക്സിസ് 6 ആണ്, അതാണ് ബി. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ എ എന്ന് പറയുന്നത് 7 ആണ്, വലിയ നമ്പർ. ബി എന്ന് പറയുന്നത് 6 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയി വരുന്ന വിഷയം കാണിച്ചേ. അപ്പൊ നമുക്ക് സി സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ, ഇത് 6ന്റെ സ്ക്വയർ. അപ്പം റൂട്ട് ഓഫ് എത്ര വരും മക്കളെ? നോക്കിയേ, 7ന്റെ സ്ക്വയർ 49 മൈനസ് 36. 36ഉം 10ഉം 46ഉം 3ഉം 49. അപ്പം എത്ര വരും മക്കളെ? ഇവിടെ 13 എന്ന് വരും സി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമ്മളോട് ആദ്യം ചോദിച്ച ഫോക്കസ് കിട്ടി. ഫോക്കസ് എക്സ് ആക്സിസിലാണുള്ളത്. എഴുതേണ്ട രീതി ഇതാണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് 13 0. ക്ലിയർ ആയോ മക്കളെ? ഫോക്കസ് കാണുന്ന രീതി അറിയാലോ. ഫോക്കസ് കിട്ടി. ഇനി എന്താ വേണ്ടത്? വെർട്ടിസസ്. വെർട്ടിസസ് നമുക്കറിയാം. വെർട്ടിസസ് എന്താണ്? വെർട്ടിസസ് എന്ന് പറയുന്നത് ഈ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ്. അപ്പം എന്ത് വരും? വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 70 എന്ന് എഴുതണം. പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ഈ 2 വെർട്ടിസസ് ആണ് ഉണ്ടാവുക. നോട്ട് ദി പോയിന്റ്. അടുത്തതായിട്ട് നമ്മൾ വെർട്ടിസസ് എക്സെൻട്രിസിറ്റി. യെസ്, എലിപ്സിനും ഹൈപ്പർബോളക്സും എക്സെൻട്രിസിറ്റി C/A ആണ് കേട്ടോ. എലിപ്സിനും ഹൈപ്പർബോളക്കും എക്സെൻട്രിസിറ്റി C/A ആണ്, അഥവാ റൂട്ട് 13/7. റൂട്ട് 13/7. യെസ്. ഇനി അത് 3 എണ്ണായി. ഇനി അടുത്തത് വേറെ എന്താ ചോദിച്ചിട്ടുള്ളത്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് എന്താണ്? 2b²/a ആണ് കേട്ടോ. 2b²/a. അപ്പം 2 × b² ഏതാണ്? 6ന്റെ സ്ക്വയർ ബൈ 7. ഇപ്പം 36. 36 × 2 36 × 2 72/7 എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇനി ലെങ്ത് ഓഫ് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേജർ ആക്സിസ് ഇതാണ് മേജർ. ഇങ്ങോട്ടേക്ക് 7, ഇങ്ങോട്ടേക്ക് 7, അഥവാ 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 7 14. മൈനർ ആക്സിസിൻ്റെ ലെങ്ത് എന്താണ്?
2 × 6 12 എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ അല്ലേ? കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം നോക്കുക, 1-2 കാര്യങ്ങൾ ഉണർത്താനുള്ളത്. നിങ്ങൾ പ്ലസ് ടുക്കാരുടെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. ഇച്ചിരി ടഫായിരുന്നു. നിങ്ങൾക്ക് അത്ര ടഫാവാൻ ചാൻസ് ഇല്ല. പ്ലസ് ടുവിൽ ഇച്ചിരി ടഫായിരിക്കും കാര്യങ്ങൾ. പ്ലസ് ടുവിൽ നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. പ്ലസ് വണ്ണിൽ പോലെയല്ല, ഇച്ചിരി അധികം കണ്ടന്റുകൾ മാത്തമാറ്റിക്സിൽ പഠിക്കാനുണ്ട്. ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ട്രിഗണോമെട്രി നിങ്ങൾക്ക് മുഴുവനും വേണം പ്ലസ് ടുവിൽ എത്തുമ്പോൾ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇച്ചിരി കൂടി ടഫാണ് പ്ലസ് ടുവിൽ എത്തുമ്പോൾ അല്ലേ? അപ്പം പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഇത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോവാം. അപ്പം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് അല്ലേ? പ്ലസ് വണ്ണിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. യെസ്, പ്ലസ് വണ്ണിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പം എല്ലാ മക്കളും ശ്രദ്ധിക്കുക, നമ്മുടെ 8-ാം തീയതി ഏപ്രിൽ 8-ന് നമ്മുടെ പ്ലസ് ടു ക്ലാസ് ആരംഭിക്കും. നിർബന്ധമായിട്ടും 8-ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. വൈകരുത്. റെസ്റ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനത്തേക്ക് ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങൾക്ക് റെക്കോർഡ്, പ്രാക്ടിക്കൽ വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ഒന്നാമത് സമയം തീരെ കിട്ടില്ല. അതുകൂടി നിങ്ങൾ വൈകുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിസൾട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ശരിക്കും ശ്രദ്ധിച്ചോളുക. നിർബന്ധമായിട്ടും എല്ലാവരും 8-ാം തീയതിക്ക് ഉള്ള ക്ലാസ്സിൽ ഹാജരായിരിക്കണം. 8-ാം തീയതി ഏപ്രിൽ 8-ന് നമ്മുടെ പ്ലസ് ടു ആരംഭിക്കും. പിന്നെ ഡെമോ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു. മാർച്ച് 28-ന് ഡെമോ ക്ലാസ് ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരെയും ഡെമോ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ മക്കളെ. യെസ്, അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരിക. ബാക്കി ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. യെസ് മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യും മക്കളെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും വീഡിയോ ഓൺ ചെയ്യും. യെസ്, അപ്പോൾ നമുക്ക് ഈ ഒരു എലിപ്സ് ബേസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലിമിറ്റ്സിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ലിമിറ്റ്സ് സമയമുണ്ട്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ലിമിറ്റ്സ് എന്ന് പറയുന്ന വലിയൊരു ബാലി കയറാൻ മണിയായിട്ടൊക്കെ കണക്കാക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, വളരെ സിമ്പിളാണ് ലിമിറ്റ്സ്. ഓക്കെ, പറയാം. അതിന് മുന്നേ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ കേട്ടോ. എസ് ആൻഡ് എസ് ഡാഷ് ആർ ദ ഫോസൈ ഓഫ് എലിപ്സ്. എലിപ്സിന്റെ ഫോസൈ ആണ് എസ് ആൻഡ് എസ് ഡാഷ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി ഈസ് എനി പോയിന്റ് ഓൺ ദ എലിപ്സ്. അപ്പോൾ ഈ എലിപ്സ് കണ്ടാൽ തന്നെ അറിയാം. ഇത് ഞാൻ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു. ഇത് 5² ആണ്, ഇതോ 4² ആണ്. അപ്പം എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പർ. സോ ഇത് കൃത്യമായിട്ട് ഒരു സ്ലീപ്പിംഗ് എലിപ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ 5 ആണെന്ന് മനസ്സിലായി, ഇവിടെ 4 ആണെന്നും മനസ്സിലായി. ഇത് രണ്ടും നമുക്ക് മനസ്സിലായി. ഇനി ചോദിച്ചിട്ടുള്ളത് 2 എന്തുണ്ട്, ഫോക്കസുകളുണ്ട്. ഒരാൾ എസ് ആണെങ്കിൽ അടുത്തത് എസ് ഡാഷ് എന്നാണ് പറഞ്ഞത്. ഇനി നോക്കുക, എലിപ്സിലെ ഏതൊരു പോയിന്റ് പി എടുത്തു കഴിഞ്ഞാലും ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരാൾ എസ് ഡാഷിൽ നിന്ന് പി വരെ പോയി ഇങ്ങോട്ടേക്ക് വന്നു, മറ്റൊരാൾ എസ് ഡാഷിൽ നിന്ന് ഇതുവരെ പോയി ഇവിടോട്ട് വന്നതാ, ഈ ഒരു പോയിന്റിലൂടെ പോയി ഇങ്ങോട്ട് വന്നു. രണ്ടുപേരും ഒരേ ദൂരമാണ് സഞ്ചരിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ എലിപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഫോക്കസിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ദൂരം പി എസ് ഡാഷ് ആണ്. അടുത്ത ഫോക്കസിലോട്ടുള്ള ദൂരം, ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം പി എസ് ആണ്. ഇതിന്റെ സം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആയിരിക്കും. ക്ലിയർ? പഠിച്ചു വെച്ചോ, ഇതിന്റെ സം ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആയിരിക്കും. അഥവാ ഈ ഒരു ഇത്രയും ദൂരമായിരിക്കും. ഈ ഒരു ദൂരമാണ് ഇവിടുന്ന് ഇവിടെ വരെ പോയി ഇങ്ങോട്ട് വന്നാലും കിട്ടുക. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് ചോദിച്ചതിന് പകരമാണ് പി എസ് പ്ലസ് പി എസ് ഡാഷ് എന്ന് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി പി എസ് പ്ലസ് പി എസ് ഡാഷ്. പി എന്താണ്? ഇവിടുത്തെ ഒരു പോയിന്റ്. എസ് ഡാഷ് ഒരു ഫോക്കസ്, എസ് മറ്റൊരു ഫോക്കസ്. ഇത് ആക്ച്വലി ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ്. അതായത് 2 × 5 10 ആണ് കേട്ടോ. ഇതിലൊന്ന് കണ്ടോ? ക്ലിയർ ആയോ മക്കളെ? ഇങ്ങനെ കണ്ടാൽ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ അത് ആക്ച്വലി ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ്. ഫൈൻഡ് ദ പോയിന്റ് എസ് ആൻഡ് എസ് ഡാഷ്. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. നമുക്കറിയാം a² = b² + c² ആണ് എലിപ്സിന്റെ കേസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, a² c² ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് a² - b² ആണ്. c എന്ന് പറഞ്ഞാൽ √a² - b² ആണ്. അപ്പോൾ √5² - 4²
ഉത്തരം 9 3 എന്ന് കിട്ടും. ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫോക്കസ് ആയിട്ട് വരുന്നതാണ് എസും എസ് ഡാഷും ഫോക്കസ് ആണ് അല്ലേ. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്താണ്? 3 0 ആണെങ്കിൽ എസ് ഡാഷ് ആയിട്ട് -3 0 കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റടിക്ക് +or-0 കൊടുത്താൽ മതി കേട്ടോ. ഫോക്കസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് എങ്ങനെ എഴുതാം? ഫോക്കസ് +or-3 0. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എല്ലാവർക്കും അറിയാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്താണ്? 2b²/a ആണ്, അഥവാ 2 × 4² 5. അപ്പം 16ന്റെ സ്ക്വയർ 32/5 എന്ന് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഈ ഒരു കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇത് സാറ് ലിമിറ്റ്സിലോട്ടാണ് പോകുന്നത്. യെസ് സാർ, ലിമിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് ഒന്നെടുക്കുക. എഴുതിക്കോളൂ. ഇവാലുവേറ്റ് ദ ഗിവൺ ലിമിറ്റ്. എപ്പോഴും ഒരു ലിമിറ്റ് തന്നു കഴിഞ്ഞാൽ നേരിട്ട് കൊടുത്ത് നോക്കുക. നേരിട്ട് കൊടുത്താൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ലിമിറ്റ്. യെസ്, നേരിട്ട് കൊടുത്ത് നോക്കുക. നേരിട്ട് കൊടുത്താൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ലിമിറ്റ് കേട്ടോ. യെസ് മക്കളെ, വേഗം ചെയ്തോളൂ. നേരിട്ട് കൊടുത്താൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ലിമിറ്റ്. വേഗം ചെയ്തോളൂ. യെസ്, അപ്പൊ നേരിട്ട് കൊടുത്താൽ എന്താ ഉത്തരം കിട്ടുക നോക്കുക. നേരിട്ട് കൊടുത്താൽ എന്താണ് ഉത്തരം കിട്ടുക എന്ന് നോക്കുക മക്കളെ. ഇതാ, നേരിട്ട് കൊടുത്താൽ എന്താണ് ഉത്തരം കിട്ടുക എന്ന് പെട്ടെന്ന് നോക്കി പറഞ്ഞ്. യെസ്, നേരിട്ട് കൊടുത്താൽ എന്താണ് ഉത്തരം കിട്ടുക എന്ന് നോക്കി പറഞ്ഞ് നോക്കുക. ഇവിടെ ഈ 4 കൊടുക്കുക. അപ്പൊ 4 കൊടുക്കുമ്പോൾ എന്ത് വരും? നമ്മുടെ കയ്യിലെ ലിമിറ്റ് x → 4x + 3/x - 2 ആണ്. ഈ 4 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 4 × 4 + 3/4 - 2 16 + 3 19/2 എന്ന് ഉത്തരം കിട്ടും. നേരിട്ട് എക്സിന് ഈ വാല്യൂ കൊടുക്കുക. നോട്ട് ദി പോയിന്റ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. അടുത്തതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇത് വരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലും സാറ് നേരിട്ട് കൊടുക്കുന്നു. 3 × x² നോക്കുക, 2ന്റെ സ്ക്വയർ -2 -10 എന്ത് വരും? x² - 4. എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ -4. ഇപ്പൊ ഡിവൈഡഡ് ബൈ താഴെ 0 വരും. 4 - 4 0. താഴെ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? സിംപ്ലിഫിക്കേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. നോട്ട് ദി പോയിന്റ്. മുകളിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, താഴെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അല്ലെങ്കിൽ മുകളിൽ ക്വാഡ്രാറ്റിക്, താഴെ ഫസ്റ്റ് ഡിഗ്രി. ഇങ്ങനെ സാധാരണ പോളിനോമിയലുകളാണ് ഒരു റാഷണൽ ഫോമിൽ വരുന്നതെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് പോളിനോമിയലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ സിംപ്ലിഫിക്കേഷൻ നടത്തുക. അപ്പൊ ഇവിടെ ഫാക്ടറൈസേഷൻ ആണ് വേണ്ടത്. ഫാക്ടറൈസേഷൻ ചെയ്യാൻ ആദ്യം ഞാൻ 3x² - x - 10 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇതിനെ 0 ആക്കി മാറ്റുക. നോക്കട്ടെ, ഇതിന്റെ ഫാക്ടറൈസേഷൻ നിങ്ങൾ പഠിച്ച, വേറൊന്നും ആലോചിക്കേണ്ട, പഠിച്ച -b +or- (b² - 4ac) ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ അറിയുന്നവർക്ക് അത് ചെയ്യാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അറിയുന്നവർ അത് ചെയ്യാം. ഡയറക്റ്റ് ഫാക്ടറൈസേഷൻ അറിയുന്നവർക്ക് അത് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുന്നത് -b +or-. ഇതാണ് ബി, അറിയാലോ. a എന്ന് പറയുന്നത് 3 ആണ്, b -1 ആണ്, c -10 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ -b +or- (b² - 4ac/2a). ഇതിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പോവുകയാണ് മക്കളെ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. -b എന്ന് പറയുമ്പോൾ -1, അത് +1 ആണ്. നമുക്കറിയാം. +or- (b²) 1ന്റെ സ്ക്വയർ 1 ആണ്. -4 × 3 × -10 എന്ന് വരും, /2 × 3 എന്ന് വരും. അപ്പോൾ നമുക്ക് വരുന്നത് +1 +or - (1 + 120) 121 കിട്ടും. താഴെ 6 കിട്ടും. അതായത് 1 +or - 11/6. ഓക്കെ, യെസ്. നോക്കാട്ടോ. അപ്പോൾ ഇവിടെ എഴുതുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 +or - (121/6) കിട്ടും. 121 √11 ആണ്, /6 കിട്ടും. ഇവിടെ രണ്ടായിട്ട് പിരിക്കാം. 1 + 11/6 അല്ലെങ്കിൽ 1 - 11/6.
ഇത് എത്ര വരും? 12/6 വരും. അത് 2 ആണ്. അല്ലെങ്കിൽ -10/6. ഇവിടെ വെട്ടി ചെറുതാക്കുക 2 കൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഓർ എന്ത് കിട്ടും? -10നെ 2 കൊണ്ട് വിടുമ്പോൾ -5/3 കിട്ടും. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ എക്സിൻ്റെ വിലയാണ് നമുക്ക് കിട്ടിയത്. അതിനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കി മാറ്റണം. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നിന്നും അതിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. നോക്കുക, എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഒരു ഫാക്ടർ x-2 ആണ്. 10ാം ക്ലാസ് പഠിച്ചതാണ്. ഓക്കെ, ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ആയി. നോക്കുക, എക്സ് ഈക്വൽ ടു -5/3 ആണെങ്കിൽ അടുത്ത ഫാക്ടർ x+5/3 ആണ്. ഓക്കെ, അപ്പോൾ 2 ഫാക്ടറായി കേട്ടോ. അപ്പം ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരിക? ഇവിടെ നമുക്ക് x+5/3 ഒരു ഫാക്ടർ ആണെന്ന് കിട്ടി. ഇവിടെ x-2 ഒരു ഫാക്ടർ ആണെന്ന് കിട്ടി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ എല്ലാവരും ഇതിനെ ഇനി അതുപോലെ തന്നെ അടുത്ത ഡിനോമിനേറ്റർ നോക്കാം. x² - 4 എന്ന് പറയുന്നത് x² - 2² ആണ്. a² - b² a - b × a + b ആണ്. എല്ലാവർക്കും അറിയാലോ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. ലിമിറ്റ് x → 2. ഇതിനെ പ്രൊഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ് ആക്കി എഴുതാം. അതായത് മുകളിൽ x-2 × x+5/3 എന്ന് എഴുതാം. താഴെ x-2 × എന്ത് വരും? x+2 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും വെട്ടിക്കളയാം. ഇനി നമ്മൾ ഈ 2x കൊടുത്തു നോക്കുക. ഉത്തരം എന്താണ്? 2 + 5/3 / 2 + 2. 2 + 5/3 എന്താണ്? 3 2 6 6 5 11 /3 /4. 4നെ 4/1 എന്ന് എഴുതി. എന്തിനാണ് ഈ 4/1 എന്ന് എഴുതുന്നത്? അതിന് കാരണം അത് റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കാൻ സൗകര്യത്തിനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11/3 × 1/4 11/12 എന്ന് കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആവരും ചാറ്റ് വിഷയം കാണിച്ചേ. യെസ്, ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പുകൾ ആണ് നമുക്ക് അതിൽ ചെയ്യേണ്ടത്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് മുകളിലും താഴെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എൽ-ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാം. നോ പ്രോബ്ലം കേട്ടോ. അതെല്ലാവർക്കും അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടക്കാത്തത്. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 പോളിനോമിയൽ വന്നു കഴിഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്ത് വെട്ടിക്കളയുക. ഓക്കെ ആണോ മക്കളെ? 2 പോളിനോമിയൽ വന്നു കഴിഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്ത് വെട്ടിക്കളയുക. അടുത്തത് വരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ദേ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ദേ വരുന്നു. ഇതാണ് ലിമിറ്റ്. നോക്കുക, z → 1 x⁻⁴ - 1 z⁻⁴ - 1. അപ്പൊ ഇവിടെ നമ്മൾ പ്രയോഗിക്കേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ശ്രദ്ധിച്ചോളുക. ഇതിന്റെ ഫോം ഒന്ന് മനസ്സിലാക്കുക. ലിമിറ്റ് x എയിലേക്ക് പോവുകയാണെങ്കിൽ x⁻n - a⁻n / x - a. ഈ രൂപം ഒന്ന് മനസ്സിൽ കാണുക. എക്സ് എങ്ങോട്ട് പോകുന്നു? എയിലോട്ട് പോകുന്നു. എക്സിന്റെ പവറിൽ ഏത് നമ്പർ ആണോ അത് തന്നെ എയുടെ പവറിൽ വരണം. ആ പവർ ഇല്ലാത്ത x - a ഡിവൈഡ് ചെയ്യാൻ വരണം. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഉത്തരമായിട്ട് n⁻n - 1 എന്ന് എഴുതാം. അപ്പം ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0/0 ആണ് കിട്ടുക. ഡയറക്റ്റ് ഒന്ന് കൊടുത്തു നോക്കുക. 0/0 കിട്ടും. 0/0 കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഈ റിസൾട്ടിലോട്ട് പോവാം. അപ്പൊ ഈ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കുക. ഈ സ്ട്രക്ചർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കണ്ടോ? നോക്കുക, എക്സ് എയിലോട്ട് പോകുന്നു, സെഡ് 1 പോകുന്നു. നോക്കുക, എക്സിന്റെ പവറിൽ n ഉണ്ട്, സെഡിന്റെ പവറിൽ 1/3 ഉണ്ട്, എയുടെ പവറിൽ n ഉണ്ട്, എ ആയിട്ടുള്ളത് ഇവിടെ 1 ആണ്. 1ന്റെ പവറിൽ ഇതേ 1/3 എഴുതിയാലും ഉത്തരം മാറൂല. കാരണം 1ന്റെ പവറിൽ എന്ത് നമ്പർ വന്നാലും ഉത്തരം 1 ആണ്. അപ്പൊ മക്കളെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് 1 z⁻⁴ - 1/1/3 എന്ന് എഴുതാം. എവിടുന്ന 1/3 വന്നേ? വെറുതെ 1/3 എഴുതാം, 1ന്റെ പവർ ആയതുകൊണ്ട്. z⁻⁴ - 1/1/6 എഴുതി. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണ്? എക്സ് എയിലേക്ക് പോകുന്നു, പകരം സെഡ് 1 പോകുന്നു. എക്സിന്റെ തലയിൽ n ഉണ്ട്, സെഡിന്റെ തലയിൽ 1/3 ഉണ്ട്, എയുടെ തല അഥവാ എ എന്ന് പറയുന്ന ഇവിടെ 1 ആണ്. 1ന്റെ പവറിൽ 1/3 ഉണ്ട്. പക്ഷേ ഈ x - a എന്ന് പറയുന്ന രൂപം ഞാനിവിടെ കാണുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒരു x - a കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഥവാ x - a പകരം ഇവിടെ ആരാണ്? എക്സിന് പകരം z, എക്ക് പകരം 1. അപ്പം മക്കളെ z - 1 കൊണ്ട്
ഡിവൈഡ് ചെയ്യുക ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യുക, z-1 ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് രണ്ടിലും ചെയ്യേണ്ടി വരുന്നത്? ഒരു ഭാഗത്ത് മാത്രം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല, രണ്ട് സ്ഥലത്തും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് z ടെൻസ് ടു 1 z⁻⁴ മൈനസ് 1⁻⁴ ബൈ z-1 ഞാൻ ചെയ്തു. അത് തന്നെ ഡിനോമിനേറ്ററിലും നമ്മൾ ചെയ്യണം മക്കളെ, ഡിനോമിനേറ്ററിലും ചെയ്യണം. ഇപ്പോൾ ഈ ന്യൂമറേറ്റർക്കും ഡിനോമിനേറ്റർക്കും ലിമിറ്റ് കൊടുക്കാം കേട്ടോ, ലിമിറ്റ് രണ്ട് ഭാഗത്തേക്കും കൊടുക്കാം. അപ്പോൾ അതുകൂടി ഞാൻ കൊടുക്കുന്നു, z ടെൻസ് ടു 1 z⁻⁴ മൈനസ് 1⁻⁴ ബൈ z-1. ന്യൂമറേറ്ററിൽ ചെയ്താൽ ഡിനോമിനേറ്ററിലും ചെയ്യണം. ഇറ്റ് ക്ലിയർ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ രൂപം കിട്ടാൻ? ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, മുകൾ ഭാഗത്ത് യെസ് ഇവിടെയും z-1 ഡിവൈഡ് ചെയ്യാം കേട്ടോ, z-1. യെസ് മക്കളെ, ഇപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിലും റിസൾട്ട് അപ്ലൈ ചെയ്യാം. മക്കൾ നോക്കുക, ന്യൂമറേറ്ററിൽ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? യെസ് മക്കളെ നോക്കുക, ന്യൂമറേറ്ററിൽ എന്നിന്റെ സ്ഥാനത്ത് ന്യൂമറേറ്ററിൽ 1/3 ആണ് എന്നിന്റെ സ്ഥാനത്തുള്ളത്, 1⁻⁴ മൈനസ് 1 എന്ന് വരും. എയുടെ സ്ഥാനത്ത് 1 ആണ്. ഡിനോമിനേറ്ററിൽ നോക്കൂ, എന്നിന്റെ സ്ഥാനത്ത് തലയുടെ മുകളിൽ 1/6 ആണ്, 1⁻⁴ മൈനസ് 1. ഇപ്പൊ ഈ 1 എന്ത് വന്നു കഴിഞ്ഞാലും 1 തന്നെയാണ്. അപ്പൊ ഉത്തരം 1/3/1/6. തല തിരിച്ച് റെസിപ്രോക്കൽ എഴുതണം, 6/1. അപ്പോൾ 6/3 2 എന്ന് ഉത്തരം കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയവരൊന്ന് ടാറ്റ വീശി കാണിച്ചേ മക്കളെ, ക്ലിയർ ആയവരൊന്ന് ടാറ്റ വീശി കാണിച്ച്. യെസ്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേറെ ഒരു സംഭവം ഉള്ളത് ഇതാണ്, ലിമിറ്റ് എഴുതിക്കോളൂ, x → 1 x⁻⁻1 ബൈ x⁻⁻1. വേഗത്തിൽ എങ്ങനെ ചെയ്യാം? x 1 പോകുന്നു, ഈ സ്ട്രക്ചർ ആണ്. എങ്ങനെ ചെയ്യാം വേഗത്തിൽ? ലിമിറ്റ് x → 1 x⁻⁻1 ഇതിനെ ⁻15 എഴുതാം, x-1 ഇവിടെ കൊടുത്താൽ അത് താഴെയും കൊടുക്കുക. ലിമിറ്റ് x → 1 x⁻10 മൈനസ് 1⁻10 ബൈ x-1. ഇപ്പൊ ഇവിടെ എന്ത് എഴുതാം? മുകളിൽ എന്നിന്റെ സ്ഥാനത്ത് 15 1⁻15 - 1 ഡിവൈഡഡ് താഴെ 10 1⁻10 - 1 1 ആയതുകൊണ്ട് തട്ടിക്കളയാം. ഉത്തരം വരുന്നത് 15/10. 5 കൊണ്ട് വെട്ടിയാൽ 3/2 എന്ന് കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ചെയ്യേണ്ട രീതി മനസ്സിലായോ? ഒന്ന് ടാറ്റ വീശി കാണിച്ച അടിപൊളിയായിട്ട് ചെയ്യേണ്ട രീതി മനസ്സിലായവര്. യെസ്. അടുത്തത് സൈനിന്റെ കേസാണ്. സൈനിന്റെ കേസ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ദേ നോക്കി, ദേ വരുന്നു സൈനിന്റെ കേസ്. യെസ് നോക്കുക, യെസ് നോക്കുക, സൈനിന്റെ കേസ് ഒന്ന് പെട്ടെന്ന് എഴുതിക്കേ. ദേ വരുന്നു. ഇവാലുവേറ്റ് ലിമിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് സൈൻ AX ബൈ സൈൻ BX. കണ്ണും പൂട്ടി ഉത്തരം എഴുതാം A/B, പക്ഷേ മാർക്ക് കിട്ടൂല. സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് വരൂ കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിച്ച ഏത് മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം. സാറ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ അന്ന് റിവിഷനിൽ പ്രത്യേകം പറഞ്ഞായിരുന്നു. റിസൾട്ട് ഇതാണ്, ലിമിറ്റ് x → 0 sin x ബൈ x 1 ആണ്. ലിമിറ്റ് x → 0 sin x ബൈ x 1 ആണ്. ശരി, ക്ലിയർ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ എക്സിനെ എക്സ് ആയിട്ടല്ല കാണേണ്ടത്, അവിടെ എന്താണോ 0 പോകുന്നത്. ഞാൻ ഒരു ബോക്സ് വരച്ചു. ഈ ബോക്സിനകത്ത് എന്താണോ അത് സൈനിന്റെ കൂടെ വരണം, അത് തന്നെ ഡിവൈഡ് ചെയ്യാൻ വരണം. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതാം. സ്ട്രക്ചർ മനസ്സിലായോ? ഫോർമാറ്റ് മനസ്സിലായോ? ഇവിടെ എ വന്നാൽ ഇവിടെ എ വരണം, ഇവിടെ എ വരണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇവിടെ എന്താണോ വരുന്നത് അത് എന്ത് ചെയ്യണം? ഇവിടെ എന്താണോ, ഈ കള്ളിയിൽ എന്താണോ വരുന്നത് സൈനിന്റെ കൂടെ അത് വേണം, ഡിവിഷനിലും അത് വേണം. എക്സ് ആണ് 0 പോകുന്നത്, ആരാണോ 0 പോകുന്നത് അത് മുകളിൽ വേണം, താഴെ വേണം. അപ്പൊ മക്കളെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കുക കേട്ടോ, ഇതിന് 2 ലിമിറ്റ് ആയിട്ട് മാറ്റുക. x → 0 സൈൻ AX. ഓക്കെ. താഴെ നോക്കുക, വീണ്ടും ലിമിറ്റ് x → 0 സൈൻ BX എന്ന് സാർ എഴുതി. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. നോക്കുക, ഞാൻ ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ആദ്യം ഇവിടെ ഒരു AX കൊടുത്തു, അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ പഠിച്ചോളൂ, അതാണ് സുഖം. എന്തിനാ AX കൊടുത്തേ? സൈനിന്റെ കൂടെ എന്താണോ
അത് താഴെ വരണം. അപ്പോൾ ആ ബോക്സ് ഞാൻ താഴെ നിർമ്മിച്ചു. വെറുതെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, മക്കളെ ശ്രദ്ധിച്ചോളുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളുക. അടുത്തതായിട്ട് ഈ എ എക്സിനൊരു എ ഇവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. അപ്പം അതിൻ്റെ തിയറി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ് 0 പോകുന്നു. അപ്പോൾ എ എക്സ് എങ്ങോട്ട് പോകും? എ ഇൻറ്റു 0 പോകും, അഥവാ എ എക്സും 0 പോകും. അപ്പം നിങ്ങൾ ഇതാണ് അതിൻ്റെ തിയറി വരുന്നത്. നിങ്ങളിവിടെ എ എക്സ് എഴുതി, ആ എ എക്സിന് എ ഇവിടെ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഒന്നാമത്തെ ഈ റിസൾട്ടിന് നിങ്ങൾക്ക് 1 എന്ന് എഴുതാം. ഇനി താഴെ അതുപോലെ അതേ സംഭവം തന്നെ. ഇവിടെ ബി എക്സ് ഉണ്ട്, ബി എക്സ് ഞാൻ എഴുതി, ബി ഇവിടെ എഴുതി. ഇവിടെ ചുമ്മാ ബി എക്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഈ 2 എക്സും നമുക്ക് തട്ടിക്കളയാം. ഈ റിസൾട്ട് 1 ആണ്, 1 ഇൻറ്റു എ ബൈ ഈ റിസൾട്ട് എന്താണ്? അതും 1 ആണ്. കാരണം ഈ ഒരു കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്, 1 ഇൻറ്റു ബി. അപ്പോൾ നമുക്ക് എ ബൈ ബി എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയി വരുന്ന ചാറ്റ് വിഷയം കാണിച്ചേ. അത്രയേ ഉള്ളൂ. ഈ ഒരൊറ്റ സ്റ്റെപ്പിനാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പിനാണ് മാർക്ക് വരുന്നത്. ഒറ്റയടിക്ക് എഴുതാവുന്നേ ഉള്ളൂ. സോ ദ സെയിം മറ്റൊരു ടൈപ്പിൽ ഇത് വരുന്നത് ഇങ്ങനെയാണ്. യെസ് മക്കളെ, അത് കുറച്ചുകൂടി സിമ്പിളാണ്, കുറച്ചുകൂടി സിമ്പിളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ ബി എക്സ് എന്ന് വരും. അപ്പൊ കുറച്ചുകൂടി സിമ്പിളാണ്. നമുക്കിവിടെ എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി എന്ത് മതി? ഇവിടെ ഈ 1/b എന്നുള്ളത് നമുക്ക് ലിമിറ്റിന്റെ പുറത്ത് വെക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ് എന്നായി. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് പ്രകാരം എക്സ് അവിടെ ഉണ്ട്, എക്സ് ഇവിടെ താഴെയുണ്ട്. അപ്പോൾ ഈ എ എക്സിന്റെ എക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു എ മാത്രം വെറുതെ വെച്ചാൽ മതി, വെറുതെ വെക്കാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്താൽ അത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ആ എ തന്നെ ഇവിടെ എഴുതണം. അതുകൊണ്ട് ഇവിടെ 1/b ഉണ്ട്. ഇത്രയും റിസൾട്ടിനെ നിങ്ങൾക്ക് 1 എന്ന് വിളിക്കാം. ഇവിടെ എ ഉണ്ട്, ചേർന്നാൽ എ ബൈ ബി. കുറച്ചുകൂടി സിമ്പിളാണ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആവരെ ചാറ്റ് വിഷയം കാണിച്ചേ. യെസ്, ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ലിമിറ്റ് ചോദിക്കുന്ന ഒരു സംഭവം നോക്കിക്കോളൂ കേട്ടോ. ഇതും ഒരു സാധ്യതയുള്ള ലിമിറ്റാണ്. ശ്രദ്ധിച്ചോളുക എല്ലാവരും, ഇതും ഒരു സാധ്യതയുള്ള ലിമിറ്റാണ്. യെസ്, നോക്കിക്കോളൂ കേട്ടോ. യെസ്, നോക്കുക. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 mod x by x, x not equal to 0, 0 when x equal to 0. ഇങ്ങനെ സ്റ്റെപ്പ് പീസ് വൈസ് ഫങ്ഷൻസ് വന്നാൽ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വേണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വേണം. അവിടെ എന്ത് വേണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വേണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വേണം പീസ് വൈസ് ഫങ്ഷൻസിന്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വേണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വേണം. നോട്ട് ദി പോയിന്റ്. യെസ്, ഇവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷന് ഏതോ നിങ്ങൾ പഠിച്ചൊരു ഫംഗ്ഷൻ ആണെന്ന് ഞാൻ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണിത്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്തേ. ഇത് ഏത് ഫംഗ്ഷനാണ്? ഇതിങ്ങനെ കാണുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ച മറ്റൊരു ഫംഗ്ഷന് തുല്യമാണ്. ഏതാണ്? അതൊന്ന് കമൻറ്റ് ചെയ്തിടാം എല്ലാവരും. ഇത് ഏത് ഫംഗ്ഷൻ ആണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം മക്കളെ. ഏത് ഫംഗ്ഷനാ? മോഡുലസ് അല്ല, സിഗ്നം ഫംഗ്ഷൻ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും പൂട്ടി എഴുതാം, ദിസ് ഫംഗ്ഷൻ ഈസ് മോഡ് എക്സ് ബൈ എക്സ്. അതല്ലെങ്കിൽ എക്സ് ബൈ മോഡ് എക്സ് വന്നാലും സെയിം ആട്ടോ, അതും ഇത് തന്നെയാണ്. എക്സ് ബൈ മോഡ് എക്സ് വന്നാലും ഇത് തന്നെയാണ്. നമുക്ക് എഴുതാം -1 0 1 ആണ്. വെൻ എക്സ് ഗ്രേറ്റർ വെൻ എക്സ് -1 വരുന്ന എക്സ് ലെസ് ദാൻ 0, ഇത് എക്സ് ഈക്വൽ ടു 0, ഇത് ഗ്രേറ്റർ ദാൻ 0. ഇനി ലിമിറ്റ് കണ്ടുപിടിക്കാം. ലെസ് ദാൻ ഉള്ളത് കൊണ്ട് ലെസ് ദാൻ ഉള്ള അതിനെ LHL വേണ്ടി ഉപയോഗിക്കുക, പഠിച്ചു വെക്കുക. LHL വേണ്ടി ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ലെസ് ദാൻ സിമ്പലുള്ള ഫംഗ്ഷൻ ഇവിടെ കിട്ടും, ഗ്രേറ്റർ ദാൻ സിമ്പലുള്ള ഫംഗ്ഷൻ ഇവിടെ കിട്ടും. അതിനെ RHL വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ മക്കളെ LHL എങ്ങനെ എഴുതണം? LHL എഴുതേണ്ട രീതി ലിമിറ്റ് ഇതാ ഈ 0-ലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എക്സ് ടെൻസ് ടു 0-ന്റെ ഇടതുവശം. അപ്പോൾ മുകളിൽ ഒരു മൈനസ് കൊടുക്കുക, f of x കൊടുക്കുക. ഏതാണ് അവിടെ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ? ഏതാണ്? LHL വേണ്ടി ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ലെസ് ദാൻ ഉള്ള ഫംഗ്ഷൻ -1 ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് തന്നെ ഉത്തരം. RHL വേണ്ടി എന്താ വരിക മക്കളെ? നോക്കിയടാ, RHL വേണ്ടി എന്താ വരിക? യെസ്, RHL വേണ്ടി എന്താ വരിക? RHL വേണ്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്നെഴുതുക. ഒരു f of x നമുക്ക് വേണം. ഏതാണ് നമ്മൾ എടുക്കേണ്ട f of x?
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ഗ്രേറ്റർ ദാൻ സിമ്പലുള്ള എഫ് ഓഫ് എക്സ് എടുക്കണം. ഗ്രേറ്റർ ദാൻ സിമ്പലുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1. മക്കളെ ഈ എൽ എച്ച് എൽ എന്ന് പറയുന്നത് -1 ആണ്. ഇത് 1 ആണ്. എൽ എച്ച് എൽ എന്തിന് ഈക്വൽ അല്ല? ആർ എച്ച് എല്ലിന് ഈക്വൽ അല്ല. അതുകൊണ്ട് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? പീസ് വൈസ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, ഏത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്, നോക്കിക്കോളൂ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എഴുതിക്കോളൂ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നോക്കുക, എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ 2, എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. വേഗം എഴുതിക്കുക മക്കളെ. ഇതൊന്ന് ചെയ്ത് നോക്കി. ആ ലിമിറ്റ് ഒന്ന് പറഞ്ഞേ. ലിമിറ്റ് ഒന്ന് പറഞ്ഞേ. വളരെ പെട്ടെന്ന് എഴുതാവുന്ന ലിമിറ്റാണ്. പെട്ടെന്നൊന്ന് ലിമിറ്റ് പറഞ്ഞേ മക്കളെല്ലാവരും. പെട്ടെന്ന് പറ മക്കളെ. ലിമിറ്റ് പെട്ടെന്ന് പറ. യെസ്, വരട്ടെ വരട്ടെ വരട്ടെ. ലിമിറ്റ് വരട്ടെ, ലിമിറ്റ് വരട്ടെ. യെസ്, ലിമിറ്റ് എടുത്തോ, ലിമിറ്റ് എടുത്തോ. ഏതാണ് എൽ എച്ച് എല്ലിന് വേണ്ടി ഉപയോഗിക്കുക? ലെസ് ദാൻ സിമ്പിൾ ഉള്ളത് എൽ എച്ച് എല്ലിനും ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉള്ളത് ആർ എച്ച് എല്ലിനും വേണ്ടി ഉപയോഗിക്കണം. ലെസ് ദാൻ സിമ്പിൾ ഉള്ളത് എൽ എച്ച് എല്ലിനും ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉള്ളത് ആർ എച്ച് എല്ലിനും വേണ്ടി ഉപയോഗിക്കുക. വേഗം വേഗം വേഗം. യെസ്, ലെസ് ദാൻ സിമ്പിൾ ഉള്ളത് എൽ എച്ച് എല്ലിനും ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉള്ളത് ആർ എച്ച് എല്ലിനും വേണ്ടി ഉപയോഗിക്കുക. വേഗം ചെയ്ത്, വേഗം ചെയ്ത്. യെസ്, ശ്രദ്ധിക്കുക. സാറ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക മക്കളെ. ഇവിടെ നോക്കുക, ഇതാണ് ലെസ് ദാൻ സിമ്പിൾ. അപ്പം ഇതാണ് എൽ എച്ച് എല്ലിന്, ഇതാണ് ആർ എച്ച് എല്ലിന്. ഇപ്പൊ എൽ എച്ച് എല്ല് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത്? 2 മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എക്സ് പ്ലസ് 2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ 2 കൊടുക്കുമ്പോൾ 2 + 2 ഇസ് ഈക്വൽ ടു 4 എന്ന് വരും ഉത്തരം. ആർ എച്ച് എല്ലിന് വേണ്ടിയിട്ട് എന്താ എടുക്കുന്നത്? ആർ എച്ച് എല്ലിന് വേണ്ടി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പം എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എക്സ് സ്ക്വയർ വേണം. അപ്പോൾ ഈ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയർ 4. രണ്ടും ഈക്വൽ ആണ്. എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ എന്ന് പറയാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആയിട്ട് ആ ഈക്വൽ ആയിട്ടുള്ള 4നെ എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? യെസ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ദേ ഒരു ഫംഗ്ഷൻ ദേ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ മുതൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് 2 ആണ് പോകുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ 3 ആണ്. ഇവിടെ മുതൽ ഈ ഫംഗ്ഷൻ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ ഫൈൻഡ് എഫ് ഓഫ് 1. നോക്കാം മക്കളെ, എഫ് ഓഫ് 1 ആൻഡ് ക്വസ്റ്റ്യൻ 2 ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടെത്തും? ഇവിടെ ഫംഗ്ഷൻ ഏതാ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഗ്രാഫ് എന്തിൻ്റെതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻഫർമേഷനും നമ്മുടെ കയ്യിലില്ല. ഇത് എഫ് ഓഫ് എക്സ് = 3 എന്ന് പറയാം. പക്ഷേ ഇത് എന്തിൻ്റെ ഗ്രാഫാന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻഫർമേഷനും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദേ പറയുന്നു, എഫ് ഓഫ് 1 കണ്ടുപിടിക്കാൻ നമ്മുടെ പേന ഉപയോഗിക്കുക. ഈ 1-ൽ നിന്ന് മുകളിലോട്ട് പോവുക. ഓക്കെ, 1-ൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇത് ഹോളാണ്. ഹോളിലൂടെ നമ്മൾ കടന്നു പോകും. ഹോളിൽ നമുക്ക് എന്തില്ല, നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഇത് ഹോളാട്ടോ. ഹോളിൻ്റെ അർത്ഥം എഫ് ഓഫ് 1 2 അല്ല കേട്ടോ. പറഞ്ഞു മനസ്സിലായോ? എഫ് ഓഫ് 1 ചോദിച്ചു കഴിഞ്ഞാൽ 1-ൽ പിടിക്കുക, മുകളിലോട്ട് ഉയരുക. ഈ ഹോളാണെങ്കിൽ ഹോള് കടന്ന് ഡോട്ട് കിട്ടും. ഡോട്ട് കിട്ടുന്ന പോയിന്റ് 3 ആണ്. സോ എഫ് ഓഫ് 1 3 ആണ്. മനസ്സിലായവരൊന്ന് ടാറ്റ വീശി കാണിച്ചേ. മനസ്സിലായവരൊന്ന് ടാറ്റ വീശി കാണിച്ചേ. യെസ്, ഓക്കെ. ഇനി ഈ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോക്കുക.
നോക്കുക, ഈ ലെഫ്റ്റ് ലിമിറ്റിന് വേണ്ടത് ഈ ഒന്നിൻ്റെ ഇടതുവശം ഇതാണ് ലെഫ്റ്റ്, ഇതാണ് ഒന്നിൻ്റെ റൈറ്റ്. അതറിയാലോ, ഇടത്ത് വശം വലത്ത് വശം മാർക്ക് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പം ഇത് എഫ് ഓഫ് എക്സ് ഒന്നും നമുക്ക് ഇവിടുന്ന് കാണില്ല, പക്ഷേ ഈ ലിമിറ്റ് കാണാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒന്നിൻ്റെ ഇടതുവശത്ത് ഗ്രാഫ് പിടിക്കുക. ഇടതുവശത്ത് കൂടി പോകുമ്പോൾ ഈ ഗ്രാഫ് എൻഡ് ചെയ്യുന്നത് എവിടെയാ? ഹോളാണെങ്കിലും അവിടെ എൻഡാണ്. പിന്നെ അവിടുന്ന് ചാടിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ട് ഇവിടെ 2ലാണ് അത് എൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഈ ലെഫ്റ്റിലൂടെ 1ലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് ലെഫ്റ്റിൽ നിന്ന് ഇതിൻ്റെ ഇടത് വശത്തുനിന്ന് അങ്ങോട്ട് പോവുക, വലതുവശത്തോട്ട് പോവുക. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇത് എൻഡ് ചെയ്യുന്നത് 2ലാണ്. LHL 2 ആണ്. ഇനി RHL എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റ് സൈഡിൽ പോവുക, നമ്മൾ ആ ഗ്രാഫിൽ ഒന്ന് തൊടുക. ഗ്രാഫിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ എൻഡിലോട്ട് വരിക. ഈ പോയിന്റ് ഏതാണ്? അവിടെ നിന്ന് ഇങ്ങനെ വയ്യിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ 3 കിട്ടും. ഇത് രണ്ടും ഈക്വൽ അല്ല. LHL നോട്ട് ഈക്വൽ ടു RHL ആണ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഗ്രാഫ് തന്നാൽ കണ്ടുപിടിക്കേണ്ട രീതി മനസ്സിലായോ? ഒന്ന് ടാറ്റ വിഷയം കാണിച്ച ഗ്രാഫ് തന്നാൽ ഞാനൊരു സാധ്യത മാത്രം കാണുന്നു കേട്ടോ. യെസ്, എന്താണ്? ഒന്നും പറയാം, ഒന്നുമില്ല. ഈ 1ലെ ലെഫ്റ്റ് ഭാഗം പിടിക്കുക. LHL കണ്ടുപിടിക്കാൻ 1ൻ്റെ ലെഫ്റ്റ് പിടിക്കുക. ആ ഗ്രാഫിൽ നമ്മളൊന്ന് തൊടുക. ഗ്രാഫിൽ തൊട്ടിട്ട് ഗ്രാഫിൻ്റെ എൻഡ് വരെ പോവുക. ആ എൻഡ് ഏതാ പോയിന്റ് എന്ന് അറിയാൻ അവിടുത്തെ വയ്യിൽ പോയി നോക്കിയാൽ മതി. 2. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടാൻ റൈറ്റ് സൈഡിൽ വരിക. റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ മുകളിൽ പോയിട്ട് ഗ്രാഫിൽ ഒന്ന് തൊടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ അതിൻ്റെ എൻഡ് വരെ പോവുക. ഇത് എൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. ആ പോയിന്റ് കിട്ടാൻ വയ്യിൽ പോയി നോക്കുക. 3. ഇത് രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ലിമിറ്റ് ഇല്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പം ഇത് ഏകദേശം സമയമില്ലാത്തത് കൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്. ഇതൊക്കെ ഏകദേശം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം കുറച്ചുകൂടി ഗ്രാഫൊക്കെ. യെസ് മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. യെസ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. അടുത്തത് നമ്മൾ ഡെറിവേറ്റീവിലോട്ടാണ് പോകുന്നത്. യെസ്, ദേ വരുന്നു ഡെറിവേറ്റീവ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതാ വരുന്നു. യെസ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് കേട്ടോ. ഇത് ഏതാണ്? ഡിവിഷൻ ഉണ്ടെങ്കിൽ ഉള്ള മെത്തേഡ് ഏതാണ്? യു ബൈ വി മെത്തേഡാണ്. യു ബൈ വി മെത്തേഡ് അറിയാലോ എല്ലാവർക്കും. കോഷ്യന്റ് റൂൾ എഴുതി വെച്ചോ, കോഷ്യന്റ് റൂൾ. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് കുറച്ച് ഡെറിവേറ്റീവ്സിന്റെ കുറച്ച് റിസൾട്ടുകൾ പഠിച്ചു വെക്കണം. റിസൾട്ടുകൾ: ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0 ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു ഉദാഹരണത്തിന് ഡെറിവേറ്റീവ് ഓഫ് 3x² മൈനസ് x³ എന്ന് വന്നു. എങ്ങനെ ചെയ്യും നോക്കട്ടെ. ചെയ്യേണ്ട രീതി: ഇതെടുത്തിട്ട് ഇങ്ങോട്ട് ഗുണിക്കുക, അപ്പോൾ 6 എന്ന് കിട്ടും. ഇവിടെ 1 കുറയ്ക്കുക, അപ്പോൾ 1 കിട്ടും. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് ഗുണിക്കുക, അപ്പോൾ അവിടെ ആരില്ലാത്തത് കൊണ്ട് 3 ആണ്. അവിടെ 1 കുറയ്ക്കുക, 6x മൈനസ് 3x². ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? അടുത്ത് ഡെറിവേറ്റീവ് ഓഫ് എന്ത് വരുന്നു? x³ മൈനസ് സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എക്സ് റേസ് ടു 5 മൈനസ് സൈൻ എക്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സിക് സ്ക്വയർ എക്സ് ആണ്. 3 റിസൾട്ട് അതും പഠിക്കാം. അപ്പം എക്സ് റേസ് ടു 5ൻ്റെ എങ്ങനെയാണ് വരിക? 5-നെടുത്ത് താഴോട്ട് എഴുതുക, പെരഡി മൈനസ് 1 എന്നാണ് ഞങ്ങൾ പറയാം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലയിലുള്ളതിനെ താഴോട്ട് തട്ടിയിടുക, അവിടെ 1 കുറയ്ക്കുക. സൈൻ എക്സിൻ്റെത് കോസ് എക്സ് ആണ് ഡെറിവേറ്റീവ്. അപ്പോൾ 5x റേസ് ടു 4 മൈനസ് കോസ് എക്സ് എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി നമ്മൾ കോഷ്യൻ്റ് റൂൾ അഥവാ യു ബൈ വി മെത്തേഡ്. 2 ഫംഗ്ഷന് ഇതുപോലെ വന്നാൽ എന്ത് ചെയ്യും? കോഷ്യൻ്റ് റൂളാണ്. അടിയിൽ നിന്ന് തുടങ്ങണം. അടിയിലെ ഫംഗ്ഷൻ അഥവാ
ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യരുത്, സ്ക്വയർ ചെയ്യുക. യെസ് മക്കളെ, നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? ഒന്ന് വിശദമായിട്ട് നോക്കിയേ. എക്സ് പ്ലസ് 1 ബൈ എക്സ് ആണ്. ഇവിടെ ഞാൻ സ്വീകരിക്കുന്ന എളുപ്പമുള്ള മാർഗം ഈ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് ഒന്ന് കണ്ടെത്തും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഒന്നിൻ്റെത് 0 ആണ്. ഉത്തരം 1 എന്ന് വരും. ഡെറിവേറ്റീവ് ഓഫ് താഴെയുള്ളത് എക്സ്, അതെന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ്, അതും 1 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ് ഓഫ് എന്താ ചോദിച്ചേ? എക്സ് പ്ലസ് 1 ബൈ എക്സ് ആണ്. അപ്പോൾ താഴെ നിന്ന് തുടങ്ങണം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ എന്തോ അതെഴുതി ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ നോക്കുക, എക്സ് ഇൻറ്റു ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതിൻ്റെ 1 ആണ്, മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഈ രണ്ട് ഡെറിവേറ്റീവും സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ പിന്നെ അത് അവിടെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? യെസ്. നോക്കുക, ഇവിടെ നമുക്ക് ചെയ്യാം. എക്സ്, ഈ മൈനസ് രണ്ട് പേർക്കും അവകാശപ്പെട്ടതാ. എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. യൂസിങ് കോഷ്യൻ്റ് റൂൾ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതുക. യൂസിങ് കോഷ്യൻ്റ് റൂൾ. യെസ്, ക്വസ്റ്റ്യൻ എഴുതുക. യൂസിങ് കോഷ്യൻ്റ് റൂൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്. ക്വസ്റ്റ്യൻ എഴുതുക. യൂസിങ് കോഷ്യൻ്റ് റൂൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ്. യൂസിങ് കോഷ്യൻ്റ് റൂൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ കോട്ടെക്സ് ആണ്. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോട്ടെക്സ് ആണ്. ഈ കോട്ടെക്സിനെ കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കണമെങ്കിൽ ഇതിനൊരു കോഷ്യൻ്റ് ആക്കി മാറ്റണം. കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ കോസെക്സ് ബൈ സൈൻ എക്സ് ആണെന്ന് എല്ലാ മക്കൾക്കും അറിയാം. കോസെക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പം ദേ മക്കളെ നോക്കിക്കോളൂ കേട്ടോ, നോക്കിക്കോളൂ. ഇപ്പോൾ കോസെക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് എന്ത് വരും? മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയവരൊന്ന് ഡാറ്റ വീശി കാണിച്ചേ. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഇൻറ്റു നോക്കുക, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. നോക്കുക, മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ് മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്, അതിൻ്റെ കോസ് എക്സ് ആണ്, ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയവരും ഡാറ്റ വീശി കാണിച്ചേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കുക, ഇവിടെ നോക്കുക, ഇതിനെ മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിയാൽ ബുദ്ധിമുട്ടുണ്ടോ? സൈൻ ഇൻറ്റു സൈന് സൈൻ സ്ക്വയർ, കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ, അത്രയേ ഉള്ളൂ. എടാ ഇവിടെ മൈനസ് രണ്ട് സ്ഥലത്തുകൊണ്ട് ഞാൻ ഒരൊറ്റ മൈനസ് ആക്കുമ്പോൾ ഇത് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വരും. ഇവിടെ ഈ മൈനസ് പുറത്ത് വന്നാൽ പ്ലസ് കോസ് സ്ക്വയർ എക്സ് വരും ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മൈനസ് പുറത്ത് വെച്ചാൽ ബുദ്ധിമുട്ടില്ലല്ലോ. യെസ് മക്കളെ, ഇതേ ആൻസറിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. എല്ലാവരും നോക്കിക്കോളൂ, ദേ വരുന്നു. ഇസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിച്ചോളുക, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണെന്നറിയാം. മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ എക്സ്, 1 ബൈ സൈൻ സ്ക്വയർ എന്താ? മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. 1 ബൈ സൈൻ എക്സ് കൊസീക്ക് എക്സ് ആണെന്ന് അറിയാലോ. അപ്പം മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി അടുത്ത സൈഡ് ഹെഡിങ് എഴുതാം, പ്രോഡക്റ്റ് റൂൾ എഴുതിക്കോളൂ. പ്രോഡക്റ്റ് റൂൾ. യെസ്, പ്രോഡക്റ്റ് റൂൾ എഴുതിക്കോളൂ. പ്രോഡക്റ്റ് റൂൾ. യെസ്, പ്രോഡക്റ്റ് റൂൾ. എന്താണ് പ്രോഡക്റ്റ് റൂള്?
ഡെറിവേറ്റീവ് ഓഫ് രണ്ട് ഫംഗ്ഷന്റെ ഗുണനം യു വി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയി വരുന്നിട്ട് അതിൻ്റെ വിഷയം കാണിച്ചേ, ക്ലിയർ ആയി വരുന്നിട്ട് അതിൻ്റെ വിഷയം കാണിച്ചത് അറിയാലോ. അപ്പം ഇതിൽ വരാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ സ്ക്വയർ എക്സ് ചോദിച്ചേക്കാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ചോദിച്ചേക്കാം, ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ് സൈൻ എക്സ് ചോദിച്ചേക്കാം, നാലാമത്തെ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ സൈൻ എക്സ് ചോദിച്ചേക്കാം. യെസ്, ഇത്രയുമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പം നാല് നമുക്ക് ചെയ്യാം, നോക്കിക്കോളൂ മക്കളെ. യെസ്, ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നോക്കട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഞാനിവിടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആണ്. ഈ സൈൻ സ്ക്വയർ എക്സ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിന് ഇതിനെ നമുക്ക് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. മക്കളെ മനസ്സിലായല്ലോ? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? സ്ക്വയർ എന്നാൽ അതിനെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്നതാണ്. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എഴുതാം. എങ്ങനെയാ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് നമ്മൾ സോൾവ് ചെയ്യുന്നത്? നോക്കിക്കോളൂ. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ അഥവാ യു, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ അഥവാ വി. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അഥവാ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് തന്നെ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് തന്നെ. മക്കളെ എല്ലാവർക്കും അറിയാം സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ കോസ് ആണ്, സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ കോസ് ആണ്. രണ്ട് തവണ സെയിം സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ട് സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. ട്രിഗണോമെട്രിയിൽ ഇതിനെ സൈൻ 2x എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത്രയും എഴുതിയില്ലെങ്കിലും ഇതുവരെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തതൊന്ന് ചെയ്തു നോക്കിയേ മക്കളെ. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിയേ. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിയേ. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മക്കൾ നോക്കുക, ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് യു ആയിട്ട് എടുക്കുക, ഇത് വി ആയിട്ട് എടുക്കുക. അപ്പോൾ മക്കളെ ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആയ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നേ? രണ്ട് ഫംഗ്ഷൻ ഗുണിക്കാനാണ് വന്നേ. രണ്ട് ഫംഗ്ഷൻ ഗുണിക്കാൻ വരുമ്പോൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. മക്കളെ ശ്രദ്ധിക്കുക, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇത് രണ്ടും സൈൻ എക്സ് ആണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇത് രണ്ടും കോസ് ആണ്, അതിനെ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. മക്കളെ ഈ കോസ് സ്ക്വയർ ഞാൻ ആദ്യത്തിൽ എഴുതിയാൽ ഈ നെഗറ്റീവ് സൈൻ രണ്ടാമത് എഴുതിയാലും ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും ഒരു പ്രശ്നമില്ലല്ലോ. ഇത് ശരിക്ക് കോസ് 2x ആണ് കിട്ടുന്നത്. ഇത് സൈൻ 2x ആണ്, ഇത് കോസ് 2x ആണ് കിട്ടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ദ സെയിം ഇത് രണ്ടും ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ചെയ്യണ്ടല്ലോ ഇത് രണ്ടും, ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്, എഴുതിക്കോളൂ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ. യെസ്, ഇത് രണ്ട് ഹോംവർക്ക് കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ യു, ഇത് യു, ഇത് വി കേട്ടോ. സിമ്പിളാണ്. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇത് രണ്ടിലൊന്ന് സാധാരണ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. യെസ് മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത് സൈൻ എക്സ് ആണ്. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ നമുക്ക് ടാൻ എക്സും 1/x റൂട്ട് എക്സ് ഇത് മൂന്നുമാണ് എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു സാധ്യത ഈ വർഷം കാണുന്നത്. പക്ഷേ നിങ്ങൾ എന്തെല്ലാം പ്രാക്ടീസ് ചെയ്ത് പോവുക? ഫസ്റ്റ് പ്രിൻസിപ്പിളിന് പ്രാക്ടീസ് ചെയ്യേണ്ടത് എഴുതിക്കോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ്, സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ്, പിന്നെ എക്സ് സ്ക്വയർ 1/x റൂട്ട് എക്സ്. ഈ 6 ഞാൻ 6 തന്നു. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നത് ടാനും റൂട്ട് എക്സും ചോദിക്കുമോ എന്ന്. 1/x 3 സാധനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ടാനും 1/x ചെയ്തുതരാം. ബാക്കിയുള്ളത് ഓക്കെ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.
ഇപ്പൊ നോക്കുക, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഴുതിക്കോളൂ. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്, ഒന്നാമത്തത് സൈൻ എക്സ്, രണ്ടാമത്തത് കോസ് എക്സ്. കോസ് എക്സ് എത്ര സാധ്യത കാണുന്നില്ല, എന്നാലും ഇത് രണ്ടും ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിച്ചു പോവുക, നിങ്ങൾ ഒരുപാട് ചെയ്തതാണ്. അടുത്തത് ടാൻ എക്സ്, അടുത്തത് എക്സ് 1/x, അടുത്തത് എക്സ് സ്ക്വയർ, അതുപോലെ തന്നെ ആറാമത്തത് റൂട്ട് എക്സ് കേട്ടോ. ഇതൊക്കെ ഇത് രണ്ടും ഞാൻ നാളെ ചെയ്തു തരും. ഇപ്പം ഞാൻ ഇത് രണ്ടുമാണ് ചെയ്തു തരുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് ഹോംവർക്ക് തന്നു, നിങ്ങൾ ഒരുപാട് തവണ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നോക്കുക. അതിൻ്റെ തിയറി വരുന്നത് ഇതാണ്, നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സംഭവം ഇതാണ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. കണ്ടു പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. അപ്പൊ ആദ്യം നമ്മൾ ചേരുവകൾ തയ്യാറാക്കുക. ഞാൻ ആദ്യം ടാൻ എക്സ് ആണ് ചെയ്തു തരുന്നത്. അപ്പൊ ഈ ടാൻ എക്സിനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു. എഫ് ഓഫ് എക്സ് ടാൻ എക്സ് ആണ്. അപ്പൊ അവിടെ വെച്ച് തുടങ്ങാം കേട്ടോ. അപ്പൊ നോക്കുക, എന്തെല്ലാം ചേരുവകളാണ് വേണ്ടേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് എഫ് ഓഫ് എക്സ് വേണം, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വേണം. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് എഫ് ഓഫ് എക്സ് മൈനസ് ചെയ്യണം, ബൈ എച്ച് ചെയ്തിട്ട് ലിമിറ്റ് എടുക്കണം. ഇത്രയേ വേണ്ടൂ. ക്വസ്റ്റ്യനിൽ തന്ന ടാൻ എക്സിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് പിടിക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? ഇത്രയേ ഉള്ളൂ. എക്സ് നോക്കടാ, എഫ് ഓഫ് എക്സിൽ എക്സ് വന്നു, എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് വന്നു. ഈ എക്സിന്റെ സ്ഥാനത്തും എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യണ്ട, അത്രയും ചെയ്താൽ മതി. പിന്നെ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പിലാണ്. ഈ ന്യൂമറേറ്റർ നമ്മൾ നിർമ്മിച്ചെടുക്കുക. അതെങ്ങനെ നിർമ്മിച്ചെടുക്കുക? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്ത് നോക്കുക. ഓരോ ചേരുവയും സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. അതാവുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ കഴിയും. മക്കളെ നോക്കിക്കൊള്ളുക. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് എച്ച് ആണ്, മൈനസ് ടാൻ എക്സ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നോക്കിക്കൊള്ളുക. ടാൻ എക്സ് പ്ലസ് എച്ചിനെ സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഇനി ദേ സാറ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ, ഡിവിഷൻ വന്നാൽ പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ ഉള്ളൂ. സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. ക്രോസ് ചെയ്തു, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തു, ഇതിങ്ങോട്ടും ക്രോസ് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ? ഡിവൈഡഡ് ബൈ എന്ത് വേണം? നമ്മൾ സാധാരണ ഡെസിമൽസ് ചെയ്യുന്ന പോലെ തന്നെ, ഫ്രാക്ഷണൽ നമ്പർ ചെയ്യുന്ന പോലെ തന്നെ, എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇനി മക്കളെ ഇവിടെ നോക്കുക. ഈ ന്യൂമറേറ്ററിൽ നമ്മൾ ഇത് ഏതാണ്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. റിസൾട്ട് ഇതാണ്, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഇതിൻ്റെ റിസൾട്ട് സൈൻ എ മൈനസ് ബി ആണ്. അപ്പോൾ മക്കളെ സൈൻ എ മൈനസ് ബി രൂപം സൈൻ എക്സ് പ്ലസ് എച്ച്, ഇയാളെ എനിക്ക് എ ആയിട്ട് എടുക്കാം, ഈ എക്സിനെ ബി ആയിട്ട് എടുക്കാം. അപ്പൊ സൈൻ എ കോസ് ബി, അതേ എ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? എക്സ് പ്ലസ് എച്ച് എ ആണ്, ബി ആയിട്ട് ഈ എക്സ് നമുക്ക് പിടിക്കാം. അപ്പം സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, ദിസ് ഈസ് നത്തിങ് ബട്ട് സൈൻ എ മൈനസ് ബി എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് വരും. അതവിടെ നിന്നോട്ടെ. ഇത് രണ്ടും തട്ടിക്കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? നോക്കുക, സൈൻ എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് വരും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നോക്കുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ എച്ചിനെ ഞാൻ 1/h എന്ന് എഴുതി, ബാക്കി ഈ ടേം മുഴുവനും ഇവിടെ എഴുതിയാൽ മതി. നോക്കുക, ഈ ടേം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സൈൻ എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇതിനെ രണ്ട് ലിമിറ്റ് ആയിട്ട് മാറ്റാം. നോക്കിയേ, ഇവിടെ രണ്ട് ലിമിറ്റ്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, സൈൻ എച്ച് ബൈ എച്ച് ഒരു ലിമിറ്റ്, കാരണം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാലോ, ഇൻറ്റു അടുത്ത ഇതിനും നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/,
കോസ് എക്സ് പ്ലസ്, ഞാൻ കുറച്ച് താഴോട്ട് എഴുതുന്നുണ്ട്, അവിടെ മാഞ്ഞു പോകുന്നതുകൊണ്ട് ഈ ലിമിറ്റ് ഞാൻ താഴോട്ട് എഴുതുന്നുണ്ട്. ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. മക്കളെ ഈ ലിമിറ്റ് 1 ആണ്. ഇവിടെ എച്ചിനാണ് 0 കൊടുക്കുന്നത്, എക്സിനല്ല, അത് മനസ്സിലാക്കണം. എച്ചിനാണ് 0. കോസ് എക്സ് പ്ലസ് 0 ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. അപ്പോൾ ഇത് കോസ് എക്സ് പ്ലസ് 0 കോസ് എക്സ് തന്നെയാണ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ എക്സ് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ കാണാം, അത്ര ബുദ്ധിമുട്ടില്ല 1 ബൈ എക്സിൻ്റെത് കേട്ടോ. അതുപോലെ റൂട്ട് എക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ അടുത്തത് 1 ബൈ എക്സ് ചെയ്യാം. ഇത് വിശദമായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ മക്കളെ. യെസ്, ഇത് വിശദമായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. വരട്ടെ, വിശദമായി നോക്കിയിട്ട് ഇല്ല. അപ്പോൾ ഞാൻ 1 ബൈ എക്സും കൂടി ഞാനിവിടെ പറയുന്നു. അത് കഴിഞ്ഞ് നാളെ നമ്മൾ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ പ്രോബബിലിറ്റിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്, ഓക്കെ, നാളെ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും പ്രോബബിലിറ്റിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും രാവിലെ കേട്ടോ. കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പ്രോബബിലിറ്റി ഒക്കെ അധികവും സിമ്പിൾ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. യെസ് മക്കളെ നോക്കുക, 1 ബൈ എക്സിൻ്റെ കേസിൽ ഇതാ നോക്കട്ടോ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് ആണ് സാറ് പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ എക്സ് പ്ലസ് എച്ച് ആണ്. ഇനി അടുത്ത് വേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് എഫ് ഓഫ് എക്സ് മൈനസ് ചെയ്യാണ്. ഒന്നുമില്ല, 1 ബൈ എക്സ് പ്ലസ് എച്ചിൽ നിന്നും 1 ബൈ എക്സ് മൈനസ് ചെയ്യണം. നേരത്തെ പോലെ തന്നെ നമുക്ക് ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എക്സ് വരും, മൈനസ് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ബ്രാക്കറ്റ് ഉപയോഗിക്കണം. എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ നമുക്കിത് മുകളിൽ ഈ മൈനസ് 2 പേർക്കും കൊടുക്കുമ്പോൾ എക്സ് മൈനസ് മൈനസ് എച്ച് എന്ന് വരും, ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ മക്കളെ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ ആൻസർ മൈനസ് എച്ച് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പിൾ അങ്ങ് അപ്ലൈ ചെയ്യുക. മക്കളെ നോക്കിയേ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ സാറ് ചെയ്യുന്നു. ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്? ഇതാ ഈ സംഭവമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ സംഭവമാണ് ഞാൻ ഇത് ഇവിടെ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ എഫ് ഡാഷ് എക്സ് അഥവാ നമ്മുടെ ഡെറിവേറ്റീവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എഫ് ഡാഷ് എക്സ്. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ ബൈ എച്ചിനെ ഞാൻ 1 ബൈ എച്ച് എന്ന് എഴുതും, ബാക്കിയുള്ളത് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ബാക്കി എന്താ ഉള്ളത്? ഒരു മൈനസ് എച്ച് മുകളിലും താഴെ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് താഴെയും ഉണ്ട് ഇതിൽ അല്ലേ. ഈ എച്ചും എച്ചും അപ്പോൾ എനിക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞാൽ എന്ത് കിട്ടും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1 ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഈ എച്ചിനാണ് 0 കൊടുക്കേണ്ടത്, മൈനസ് 1 ബൈ എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വന്നേ? നോക്കിയടാ മക്കളെ, എന്താ ആൻസർ വന്നേ? യെസ്, ഇത് ഇത്രയേ ഉള്ളൂ. മൈനസ് 1 ബൈ എക്സ് പ്ലസ് 0 എക്സ് ആണ്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന ആൻസർ കിട്ടും. കൃത്യമായിട്ട് മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയവരൊന്ന് ടാറ്റ വീശി കാണിച്ച്. യെസ്, അപ്പോൾ എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ മോർണിംഗിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ റൂട്ട് എക്സും ഒന്ന് ചെയ്തു തരാം, അതുപോലെ പ്രോബബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ അവരൊന്ന് ടാറ്റ വീശി കാണിച്ച്. യെസ്, ഓക്കെ. അപ്പോൾ നാളെ മോർണിംഗിൽ നിങ്ങളുടെ ഡൗട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് വന്നോളൂ. ഏതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നാളെ രാവിലെ തന്നെ ക്ലിയർ ചെയ്ത്, ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ ഡൗട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് വരിക കേട്ടോ. ജസ്റ്റ് ചാറ്റിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കുറച്ച് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യനും ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഇപ്പോൾ ആരോ ചോദിച്ചു, അതും ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ ആണോ മക്കളെ? യെസ്, ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ല ഗുഡ് നൈറ്റ്. ഒരു കാര്യം കൂടി പറയാൻ മറന്നു, എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാകും. നന്നായി പ്രാർത്ഥിക്കുക, പരീക്ഷ ഈസി ആവട്ടെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? യെസ്, താങ്ക് യു.